അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد أن محمدا عبده ورسوله أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. قال الله عز وجل: لو كان العلم في الثريا لوجده رجال من فارس. قال رسول الله أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب جلالي توطأ إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ دوائي إذا ما الداء حلا بمهجتي مديح رسول بشفاعة يفرد بجاهك أدركني إذا حسب الورى فإني عليكم ذلك اليوم أحسب. مت سيدنا محمد. ബഹുമാനമുള്ള സയ്യിദ് അവർകളെ, ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ കീഴിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വലിയ ബറക്കത്താക്കപ്പെട്ട ബുർദ മജ്ലിസിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ മുമ്പ് അല്പം അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചും ജീലാനി തങ്ങളെ സംബന്ധിച്ചും ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് നമുക്ക് ബുർദയിലേക്ക് കടക്കാം. അല്ലാഹു പറയാനും കേൾക്കാനും അല്ലാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വാളിൻ്റെ രംഗത്തോ പ്രസംഗത്തിൻ്റെ രംഗത്തൊന്നും ശോഭിക്കുന്ന ഒരു പ്രകൃതിയുള്ളവനല്ല ഞാൻ. അതോടുകൂടെ ആരോഗ്യപരമായി വളരെ വിഷമവുമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ മക്കൾ വളരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് ഏറ്റെടുത്തത്. കോഴിക്കോട് നമ്മുടെ ഈ പ്രദേശം ഔലിയാക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. സ്വഹാബത്ത് കാലുകുത്തിയ നാട്. അക്കാലം മുതലേയുള്ള വലിയ ബർക്കത്താക്കപ്പെട്ട പള്ളികൾ
പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളി ബഹുമാനപ്പെട്ട ഒരു കാലത്ത് ഖുതുബായിരുന്ന സെയ്ദി ഷാഹുൽ ഹമീദ് നാഹൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ ഖൽവത്തും ഇബാദത്തുകളും എന്നല്ല ദുറുസുമൊക്കെ നടന്ന പള്ളി, അതിലൊക്കെ വരിക എന്നതും അവിടെ നിന്നൊക്കെ നിസ്കരിക്കുക എന്നതും വലിയ മനസമാധാനം കിട്ടുന്ന ഒന്നാണ്. അതുപോലെ ഈ നാടിൻ്റെ അഭയമായ ജിഫിരി കുടുംബം, മലബാറിൽ ജിഫിരി കുടുംബത്തിന് തുടക്കം കുറിച്ച് ഷെയ്ഖ് ജിഫിരി ഹസൻ ജിഫിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങി നമ്മുടെ നാട്ടിൽ സയ്യിദന്മാരുടെ ജിഫിരി കുടുംബത്തിൻ്റെ തുടക്കം അവരാലാണ്. മമ്പുറത്ത് ഉപ്പാപ്പൊക്കെ അവരുടെ ശേഷമാണ് വന്നിട്ടുള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹിമ്മസി മാമുക്കോയ പാപ്പ, അതുപോലെ ബഹുമാനപ്പെട്ട ഷാദിലി തങ്ങൾ, ബദവി ഷഹീദ്, പുതിയറ സുലൈമാൻ മുസ്ലിയാർ, അതുപോലെ നമ്മുടെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ, അതുപോലെ സ്വഹാബികൾ വരെ കടക്കുന്ന ഈ ബറക്കത്താക്കപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂടാനും അതിൽ എഴുന്നേറ്റ് നിൽക്കാൻ തൗഫീക്ക് നൽകിയ അള്ളാഹു ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജിഫിരി കുടുംബത്തിലെ പാണക്കാട് ഷിഹാബ് കുടുംബത്തിലെ കാരണവരായ ബഹുമാനപ്പെട്ട സെയ്ദ് ഫളുലി ജിഫിരി ഷിഹാബി അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ വിഷയത്തിനും സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ നമുക്ക് താങ്ങും തണലും മനസമാധാനവുമാണ് അവർ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മമ്പുറത്ത് പാപ്പ മമ്പുറത്ത് വന്ന് അല്ലെങ്കിൽ കോഴിക്കോട് വന്നത് അവിടുത്തെ അമ്മാവന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്ന പേരിലാണെന്ന് ചരിത്രത്തിൽ കാണാം. മോനതായി ഹളർ മൗത്തിൽ തനവന്നീഷിത്തേ മോഷരിൽ സയ്യിദലവി സൂക്ഷനാമം ചേർത്തേ. ഹളർ മൗത്തിൽ മമ്പുറത്ത് പാപ്പ ജനിച്ചു. സയ്യിദലവി എന്ന് പേരിട്ടു. ഊനമില്ലാദോർസബിയ ദാനകാലോമെത്തേ ഉമ്മ ഫാത്തിമ മുഹമ്മദർമാരിത്തേ. ആ മഹാനവർ ചെറിയ കുട്ടിയായ കാലത്ത് തന്നെ ഫാത്തിമ എന്ന ഉമ്മയും മുഹമ്മദ് എന്ന ഉപ്പയും വഫാത്തായിപ്പോയി. തനരെ പിന്നെ ഇളം താനരും വളർത്തേ സുമ്മദസ്സും സാത്തുംഡിൽ സമ്മതം ചോദിത്തേ. പിന്നെ ഇളന്തായി എളാമ വളർത്തി. അവിടുത്തെ ദസ്സാത്ത് ഉംറിൽ 17ാമത്തെ വയസ്സിൽ സമ്മതം ചോദിച്ചുകൊണ്ട് മുത്തിനിൽ മീകത്ത വലിയർ എത്തിമമ്പൂറത്തെ തമലർ ഹസൻ ജിഫിരി മാമനാറാടുത്തേ. മഹാനവറുകൾ തൻ്റെ അമ്മാവൻ മാമനർ ഹസൻ ജിഫിരി അവറുകളുടെ അരികിൽ മമ്പുറത്തെത്തി. എത്തിമാക്കാമിൻ്റെ കീലി മുത്തൊലി ചോദിത്തേ ഉത്തവർ കൊടുത്തിടാതവർ ആടുത്തേ. ഹസൻ ജിഫിരിയാകുന്ന അമ്മാവൻ്റെ മക്കാമിലെ കീലി അതിൻ്റെ താക്കോല് ചോദിച്ചു. അവിടെ ഉള്ളവർക്ക് തങ്ങളെ അറിയില്ല. കൊടുക്കാതെ ആയപ്പോൾ മെത്തബാബിൽ ഒന്ന് താൻ മൂടിത്ത സമയത്തെ ബദൽ തന്നാലെ തുറന്ന് കവലറ് പേടിത്തേ. ആ വാതിൽ ചെന്ന് കാക്ക ഞാനിവരോട് താക്കോല് ചോദിച്ചിട്ട് തരുന്നില്ല, നിങ്ങളിത് തുറന്നു തരണമെന്ന് പറഞ്ഞ് മെത്തബാബിൽ ഒന്ന് താൻ മുടിത്ത സമയത്തെ അതിനൊന്ന് കുത്തിയപ്പോൾ ബദൽ തന്നാലെ തുറന്ന് കവലറ് പേടിത്തേ. മമ്പുറമാല പറയുന്നു. മഹാനായ ഹസൻ ജിഫിരി തങ്ങൾ, ഷെയ്ഖ് ജിഫിരി, ഇതുപോലുള്ള വലിയ കറാമത്തിൻ്റെ എത്രയോ കറാമത്തുകളാണ് അവർ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്.
ജിഫിരി കുടുംബത്തിലെ ചെറിയ ചെമ്പിൽ നിന്ന് ആയിരങ്ങൾ ഭക്ഷണം കഴിച്ചത്. ബാങ്ക് കൊടുത്തില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ പുരുഷന്മാർ കൂടി 80 ലക്ഷത്തിലേറെ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. 250ഓളം ബുറുദകൾ 204 ബുറുദ ചൊല്ലിയിട്ടുണ്ട്. 2 സ്ത്രീകൾ മാത്രം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അടുക്കാനും ദുആക്ക് ഉത്തരം കിട്ടാനുമുള്ള കുറേ കാരണങ്ങൾ നമ്മുടെ സദസ്സിനുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് അത് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ആയത്തിന് മുഫസ്സിറുകൾ 2 തഫ്സീർ കൊടുത്തിട്ടുണ്ട്. അല അറിയണം, മഹാന തദ്കിറത്തുൽ മുതവസ്സിലീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അലാ അറിയണം ബിദിക്രില്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുണ്ടാവുക. വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും മനുഷ്യോൽപത്തി മുതൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹുവിലേക്ക് കൈനീട്ടാൻ വസീലയാക്കിയത്, മാധ്യമമാക്കിയത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു. അങ്ങനെ അള്ളാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്ത്, ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് പല പ്രാർത്ഥനാ പദങ്ങളും പഠിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. അള്ളാഹു അതുകൊണ്ട് അവരെ സ്വീകരിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി ഇമാം സുയൂത്തി അവിടുത്തെ അദ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന തഫ്സീറിൻ്റെ കിതാബിൽ ഉദ്ധരിക്കുന്നു, പടച്ചവനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദ്, പടച്ചവനെ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് ആദം നബിയുടെ പ്രാർത്ഥന. പലതിൻ്റെ കൂട്ടത്തിൽ ആദ്യത്തെ തഫ്സീറായി ഹാഫിദ് സുയൂത്തി തൻ്റെ അദ്ദുറുൽ മൻസൂറിൽ ഉദ്ധരിച്ചത്, കഴിഞ്ഞുപോയ കാലത്തുള്ള എല്ലാ മഹാന്മാരും എല്ലാ അമ്പിയാക്കളും അള്ളാഹുവിൻ്റെ റസൂൽ മുഖേനയാണ് അള്ളാഹുവിലേക്ക് എത്തിയത്. പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ, അള്ളാഹു സ്വീകരിക്കാൻ, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും ഉപയോഗിച്ചത് റസൂലുള്ളാഹി തങ്ങളെയാണ്. ബിതൗറാത്തി മൂസാ നഅ്തുഹു വസിഫാതുഹു വഇൻജീലു ഈസാ ഫിൽ മദാഹി യുത്നിബൂ. ബിതൗറാത്തി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ തൗറാത്തിൽ നഅ്തുഹു വസിഫാതുഹു റസൂലുള്ളാഹിൻ്റെ മഹത്വം പറയുന്നതായി കാണാം. വഇൻജീലു ഈസാ ഫിൽ മദാഹി യുത്നിബൂ. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഇൻജീലിൽ എത്രയോ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ നീട്ടി പരത്തി പറഞ്ഞിട്ടുണ്ട്. ബിമബ്അസിഹി കുല്ലുൻ നബിയ്യിന ബശറാത് ഫലാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബൂ. അള്ളാഹുവിൻ്റെ റസൂൽ വരുന്നു എന്ന്, അവസാന പ്രവാചകനായി നബിതങ്ങൾ വരുമെന്ന കാര്യം ബിമബ്അസിഹി കുല്ലുൻ നബിയ്യിന ബശറത്ത്, എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞിരിക്കുന്നു.
ഫലാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബു. ഒരു പ്രവാചകനും റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രസംഗിക്കാതിരുന്നിട്ടില്ല. മഹാനായ റസൂലുള്ളാഹിനെ പ്രശംസിക്കാത്ത മഹാന്മാരില്ല. റസൂലുള്ളാഹിന്റെ പേര് പറയപ്പെടാത്ത സദസ്സുകൾ കഴിഞ്ഞിട്ടില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ ജീവികളുടെയും സംസാരം മനസ്സിലാക്കപ്പെട്ടതായ അറിയിക്കപ്പെട്ടതായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രസംഗിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മഹത്വം ഉൾക്കൊണ്ടതായ ജീവികളിൽ ഒരു പാമ്പ് സുലൈമാൻ നബിയോട് റസൂലുള്ളാഹിനെ കാണാനുള്ള വഴി ചോദിക്കുന്നതായി ചരിത്രം പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ കാത്ത് ആ പ്രവാചകൻ വരുന്നത് കാത്തു നിനക്ക് ഇന്നാലിന്ന മലയിൽ ഇന്നാലിന്ന പർവ്വതത്തിൽ കൂടിയാൽ കാണാൻ കഴിയുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു. അങ്ങനെയാണ് സൗർ മലയുടെ അതാ നെറുവിലുള്ളതായ ആ ഗാറിൽ ആ മാളത്തിൽ ആ പാമ്പ് പതിയിരിക്കുന്നു. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോൾ ആ മാളത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ തള്ളവിരൽ കൊണ്ട് തള്ളി പിടിച്ചുകൊണ്ട് അതിനടച്ചു പിടിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങളെ ആ പാമ്പ് കൊത്തി. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ സൂറത്തുൽ കൗസറിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ പാമ്പ് പുറത്തു വന്നുകൊണ്ട് നബിയോട് പറയുന്നു, നബിയേ ഞാൻ കാലങ്ങളായി തങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ തള്ളവിരൽ കൊണ്ട് എന്നെ തടഞ്ഞു വെച്ചത് നബിയേ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാത്ത സാധനങ്ങളില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാത്ത ജീവജാലങ്ങളില്ല, മരങ്ങളില്ല, സാധനങ്ങളില്ല. ജാഅത്തുലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. റസൂലുള്ളാഹി തങ്ങൾ അയിമ്മത്ത് ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, നബി തങ്ങൾ ഒരു സ്ഥലത്തെത്തി അവിടത്തേക്ക് മൂത്രിക്കാൻ ആവശ്യം വന്നു. ഒരു മറ വേണം. അപ്പുറം നിൽക്കുന്നൊരു വലിയ മരത്തോട് മാടി വിളിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ. റസൂലുള്ളാഹിൻ്റെ അരികിലേക്ക് വരുന്നു. ഒന്നല്ല രണ്ടല്ല, എത്രയോ സംഭവങ്ങൾ കാണാം. ജാഅത്ത് വരികയാണ്. റസൂലുള്ളാഹിൻ്റെ അരികിലേക്ക് മരങ്ങൾ വരുന്നു. ഒരു അഅറാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നീയാണോ പ്രവാചകൻ? പ്രവാചകൻ നീയാണെന്നതിന് നിനക്ക് തെളിവെന്താണുള്ളത്? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിനക്കെന്ത് തെളിവാണ് വേണ്ടത്? ആ നിൽക്കുന്ന വലിയ പടവൃക്ഷമുണ്ടല്ലോ, ആ മരം, അതിന് അപകടം വരാതെ നിന്റെ അരികിലേക്ക് ഇങ്ങോട്ട് വരണം. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് സാക്ഷ്യം വഹിക്കണം. എന്നിട്ടത് തിരിച്ചു പോകണം. ആ മരത്തിന് ഉണക്കം സംഭവിക്കാൻ പാടില്ല. റസൂലുള്ള പറയുന്നു, ആ മരത്തെ നീ ചെന്ന് വിളിക്കുക. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയുക. അഅറാബി ചെന്നുകൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ മരത്തോട് നിന്നെ യുനാദീക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ മുഹമ്മദ് നബി വിളിക്കുന്നു എന്നങ്ങ് പറയുമ്പോൾ ഹദീസിൽ കാണാം, ആ മരമതായ യമീനം വശിമാല ഖുദ്ദാമം വറാ, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മുന്നിലേക്കും പിന്നിലേക്കും ചാഞ്ഞുകൊണ്ട് അതിൻ്റെ വലിയ വേരുകൾ അറുക്കുന്നു. അങ്ങനെ ഭൂമിയെ കീറിക്കൊണ്ട് അതാ മരം റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്നു. ഈ അഅറാബി നോക്കിക്കാണുന്നു. ജാഅത്തുലി ദഅവതിഹി, റസൂലുള്ളാഹി തങ്ങൾ വിളിച്ച കാരണത്താൽ വന്നു. അഷ്ജാറു സാജിദതൻ, വഴിപ്പെട്ടുകൊണ്ട് മരങ്ങൾ വന്നു, കീഴ്പ്പെട്ടുകൊണ്ട് മരങ്ങൾ വന്നു. അതാ ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തൻ്റെ ബുറുദയിൽ പറയുന്നു, കഅന്നമാ ആ
മരം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ വരവിന് വളവില്ല. കഅന്നമാ സതറത്ത് സതറൻ ലിമാ കതബത് ഫുറൂഹാ മിൻ ബദി ഇൽ ഖത്തി ബിൽ ലഖമി. എന്തൊരു ആശ്ചര്യമാണ്! ലോകത്ത് അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ എഴുതപ്പെടാത്ത രൂപത്തിൽ ആ മരമത അങ്ങകലെയുള്ള മരമത ഭൂമിയെ കീറി വന്നാൽ ഒരുത്തൻ തനിക്ക് എഴുതാൻ വേണ്ടി ഒരു വര വരച്ചാൽ അതിന് വളവുണ്ടാവുകയില്ലല്ലോ. അതേപോലെ വലിയ നല്ല ഒരു വര അതാ ആ മരം വരച്ചിരിക്കുന്നു. റസൂലുള്ളാഹിനോട് ബഹുമാനം കൊണ്ട് അതിൻ്റെ കൊമ്പുകളെല്ലാം താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നു. ആ വലിയ കൊമ്പുകൾ ഇങ്ങനെ വാനലോകത്തേക്ക് പൊങ്ങി നിന്നിരുന്ന കൊമ്പുകൾ റസൂലുള്ളാഹിലേക്ക് സാജിദത്തായി വഴിപ്പെട്ടുകൊണ്ട് താഴ്ത്തി പിടിച്ചുകൊണ്ട് തൊട്ടാവാടിയെ പോലെ അതാ ഭൂമിയിൽ അതിൻ്റെ കൊമ്പിട്ട് വലിച്ചുകൊണ്ട് അതിൻ്റെ കമ്പുകളതാ ഈ തള്ളമരം വരച്ചു തന്നതായ വരയിൽ ലോകത്ത് ഏറ്റവും ആശ്ചര്യമായ ചരിത്രം എഴുതുന്നു. ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ വനലോകത്ത് നിൽക്കുന്ന ചന്ദ്രനോട് കൈവിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിളർപ്പാകാൻ വേണ്ടി പറഞ്ഞതോടുകൂടെ അതാ രണ്ട് പിളർപ്പായി രണ്ട് ഭാഗത്തേക്ക് നീങ്ങുന്നു. റസൂലുള്ളാഹി തങ്ങൾ അറിയാത്ത സാധനങ്ങളില്ല. സ്വഹീഹായ ഹദീസിൽ കാണാം, ഉഹുദ് മലയുടെ മുകളിലേക്ക് റസൂലുള്ള കയറുകയാണ്. ആ മലയതാ കിടുങ്ങുന്നു സന്തോഷം കൊണ്ട്. റസൂലുള്ള പറയുന്നു, ഉസ്ബിതീ യാ ഉഹദ്, ഉഹുദ് പർവ്വതമേ നീ ഇളകരുത് കേട്ടോ. വഇന്നമാ അലൈകി നബിയ്യും വസുദ്ദീഖും വശഹീദാൻ. നിന്റെ മുകളിൽ നിൽക്കുന്നത് മുഹമ്മദ് നബിയാകുന്ന ഞാനാണ്, സിദ്ദീഖ് തങ്ങളാണ്, ഭാവിയിൽ രക്തസാക്ഷികളാകാനുള്ള ഉമറും ഉസ്മാനുമാണ്. അവർക്ക് അപകടം പറ്റിപ്പോകും, ഇളകരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ആ മലയുടെ കിടുക്കം നിന്നു പോകുന്നു. റസൂലുള്ളാഹിന്റെ പല്ലിന് അപകടം പറ്റി, നഊദു ബില്ലാഹ്. ഉഹുദ് മലയുടെ ഒരു ഭാഗത്തുള്ള ഒരു പൊട്ടിലേക്ക് കയറിയിരുന്നത് സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ? അൽഹംദുലില്ലാഹ്, അവിടെ പോകാനും കാണാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ അതാ ഉഹുദ് മല എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഉഹുദ് മല റസൂലുള്ളാഹിക്ക് സലാം പറയുന്നു. എത്ര മരങ്ങളാണ് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞത്, എത്ര കല്ലുകളാണ് സലാം പറഞ്ഞത്. ഇതാ എന്നോട് സലാം പറയുന്നുണ്ടെന്ന് നബി തങ്ങൾ പറയുക മാത്രമല്ല സ്വഹാബികൾ കേൾക്കുകയാണ്. ഇമാം ഖാദി ഇയാദ് തങ്ങൾ തൻ്റെ അശിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, അതാ ഖൈബർ യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അതിൽ നിന്ന് ലഭിച്ചതായ ഒട്ടകങ്ങൾ, കഴുതകൾ, കുതിരകളൊക്കെയുണ്ട്, കുറേ ഗനീമത്ത് സ്വത്തുകളുണ്ട്. അതിനെ അതാ റസൂലുള്ള പലർക്കും ഭാഗിച്ചു കൊടുക്കുന്നു. അതിൽപ്പെട്ട ഒരു കഴുത അള്ളാഹുവിൻ്റെ റസൂൽ ഈ കഴുതയോട് സംസാരിക്കുകയാണ്, ചോദിക്കുകയാണ്, മസ്മുക്, നിന്റെ പേരെന്താകുന്നു? സ്വഹാബികൾ കേൾക്കുന്നു. ആ കഴുത പച്ച അറബിയിലങ്ങ് സംസാരിക്കുന്നു, ഇസ്മീ ഇബ്നു ശിഹാബ്, എൻ്റെ പേര് ഇബ്നു ശിഹാബ് എന്നാണ്. സ്വഹാബികൾ അന്താളിച്ചു പോകുന്നു. പടച്ചവനെ, ഒരു കഴുതയാണല്ലോ റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആ പേര് മാറ്റിക്കൊണ്ട് യഅഫൂർ എന്നതിനിക്ക് പേര് കൊടുക്കുന്നു. ആ കഴുതയതാ റസൂലുള്ളാഹി തങ്ങൾ ഗനീമത്ത് സ്വത്തിനെ ഓഹരി ചെയ്തപ്പോൾ സ്വഹാബികൾ പലരും പറയുന്നു, ഞങ്ങൾക്ക് ആ കഴുത വേണ്ട. അള്ളാഹിൻ്റെ റസൂലിനോട് പച്ച അറബിയിൽ സംസാരിച്ച കഴുത, അതിനോട് ഞങ്ങൾക്ക് അദബ് കേട് വന്നു പോകും, ഞങ്ങൾക്ക് വേണ്ട. ആരാരും എടുക്കാതെ ആദരിച്ചുകൊണ്ട് അതാ കഴുത മദീന പള്ളിയുടെ മുറ്റത്ത് കാലങ്ങളോളം ജീവിക്കുന്നു. അശ്ശിഫയിൽ ഇമാം ഖാദി ഇയാദ് ഉദ്ധരിക്കുന്നു, ആ കഴുതയതാ പാതിരാവുകളിൽ അങ്ങകലെയുള്ളതായ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളുടെ വീട്ടിലേക്ക്, അവാലിൽ മദീനയിൽ താമസിക്കുന്ന ഉമർ തങ്ങളുടെ വീട്ടിലേക്കൊക്കെ
രാത്രിയിൽ റസൂലുള്ളാഹിക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞു വിടുന്നു. കഴുതയുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. കഴുത നടന്നു പോകുന്നു. അബ്ദുറഹ്മാൻ തങ്ങളുടെ വീട്ടിൽ ചെന്ന്, അല്ലെങ്കിൽ അതുപോലെ സഹാബിയുടെ വീട്ടിൽ ചെന്ന് വാതിലിൽ തലകൊണ്ടടിക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ നബി തങ്ങളുടെ പള്ളിമുറ്റത്ത് താമസിക്കുന്ന കഴുതയാണ്, റസൂലുള്ളാഹിന്റെ കഴുതയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എൻ്റെ അരികിലേക്ക് വിട്ടതായിരിക്കും എന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ രാത്രി തന്നെ വരാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അറിഞ്ഞ ജീവികൾ ഒരു ജീവിക്കും റസൂലുള്ളാഹിനെ അറിയാത്തതില്ല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ആ ദിവസത്തിൽ ആ കഴുത അങ്ങ് ചീറാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഇമാം ഖാളി ഇയാദ് ഉദ്ധരിക്കുന്നു, പ്രേമം കൊണ്ട് റസൂലുള്ളാഹിന്റെ ഇഷ്ക് കൊണ്ട് നിറഞ്ഞതായ മനസ്സിന്റെ ഉടമയായ ആ കഴുതയതാ മദീനയിൽ അങ്ങനെ ചുറ്റിക്കറങ്ങി കരഞ്ഞുകൊണ്ട് ഓടുന്നു. റസൂലുള്ള വഫാത്തായതാണ് കാരണം. ആ കഴുത അവസാനം സഹിക്കവയ്യാതെ, റസൂലുള്ളാഹിന്റെ വഫാത്തിൽ താങ്ങാൻ കഴിയാതെ മദീനയിലെ ഒരു കിണറിലേക്ക്, ഒരു കുണ്ടിലേക്ക് തലകീഴായി ചാടി ആത്മഹത്യ ചെയ്യുന്നു. ബുദ്ധിയുള്ള മനുഷ്യരെ, അല്ലാഹുവിന്റെ റസൂലിനെ ആരൊക്കെയാണ് സ്നേഹിച്ചത്? സഫീനത്ത് റളിയല്ലാഹു അൻഹു അതാ ഒരു കടൽ യാത്രയിൽ തൻ്റെ പായക്കപ്പൽ പൊളിഞ്ഞ് തനിക്ക് കിട്ടിയ ഒരു മരക്കഷ്ണത്തിൽ രക്ഷപ്പെട്ട് ഒരു കരയിൽ അണയുന്നു. സഹീഹായ ഹദീസിൽ കാണാം, സഫീനത്ത് തങ്ങളൊരു കാടൻ പ്രദേശത്ത് വന്ന് കയറുന്നു. സഫീനക്ക് ഈ നാട് പിടുത്തമില്ല. സഫീന ഇങ്ങനെ ആ കാട്ടിനരികിലൂടെ, കടലിൻ്റെ അരികിലൂടെ, കാടരികിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു സിംഹമതാ സഫീനയുടെ നേരെ ഗർജിച്ചു കൊണ്ടുവരുന്നു. സഫീന തങ്ങൾ പറയുന്നു, ഏ സിംഹമേ, അന മൗലാ റസൂലില്ലാ, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്. ഇതോടുകൂടെ പിന്നെ സിംഹത്തിന് സഫീനത്ത് തങ്ങളെ വേണ്ട എന്ന് മാത്രമല്ല, ഹദീസിൽ കാണാം, പിന്നെ തനിക്ക് പരിചയമുള്ളൊരു നാട് വരെ താൻ എത്തുന്നവരെ തൻ്റെ അംഗരക്ഷകനായിക്കൊണ്ട് ആ സിംഹം കൂടെ കൂടുന്നു. വഴിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സഫീനത്ത് തങ്ങൾ പറയുന്നു, വല്ല മൃഗങ്ങളും ശബ്ദിച്ചാൽ, കാടിൽ നിന്ന് വല്ല വന്യമൃഗങ്ങളും ശബ്ദിച്ചാൽ ആ ഭാഗത്തേക്ക് സിംഹം തിരിയുകയാണ്, സ്വഹാബിക്ക് സംരക്ഷകനായി നിൽക്കുകയാണ്. അങ്ങനെ തനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫഹംഹമ ഇലയ്യ, എന്നിലേക്കത് മുരളുന്നു. കന്നഹു യുവദ്യുനി, എന്നോട് യാത്ര പറയുന്നത് പോലെ ഞാൻ പോകട്ടെ എന്ന ശൈലിയിൽ എന്തോന്ന് മുരണ്ടുകൊണ്ട് അതാ ആ സിംഹം തിരിച്ചു പോകുന്നു. റസൂലുള്ളാഹിനെ അറിയാത്ത സാധനങ്ങളില്ല, റസൂലുള്ളാഹിന്റെ പരിചയമില്ലാത്ത സാധനങ്ങളില്ല. എല്ലാം അല്ലാഹു തആല പടച്ചത് നബിതങ്ങളിൽ നിന്നാണ്. നബിതങ്ങളെ പരിചയമില്ലാത്ത ഒരു സാധനവുമില്ല. എന്നാൽ നബിതങ്ങളുടെ രൂപത്തിൽ പടക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ മുഹമ്മദ് എന്ന അറബിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലാമ ത്വാഹ ഇബ്നു മീന തൻ്റെ ശറഹ് റിസാലത്തുൽ ബദരിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം നനച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കിടന്നെഴുന്നേറ്റാൽ, ചുരുണ്ട് കിടന്നെഴുന്നേറ്റാൽ ആ സ്ഥലത്ത് അവൻ്റെ ആ ശരീരം വെച്ച സ്ഥലത്ത് മുഹമ്മദ് എന്ന് എഴുതി കാണാം. തലമീമായും കയ്യായും മുട്ടുംകാല് മുതൽക്ക് ചന്തിക്കെട്ട് രണ്ടാമീമായും കാല് ദാലായും ചുരുണ്ട് കിടന്നെഴുന്നേറ്റാൽ മുഹമ്മദ് എന്ന അറബി കാണാവുന്നതാണ്. എല്ലാവരുടെ ശരീരത്തിലും മുഹമ്മദ് ഉണ്ട് കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരെഴുതിയ അറബിയിലുള്ള മുഹമ്മദ് എന്ന രൂപത്തിലാണ് നബിയെ നിഷേധിക്കുന്നവരെ വരെ അള്ളാഹു തആല പടച്ചിട്ടുള്ളത്. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി
വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുമ്പോഴാണ് ഏറ്റവും അള്ളാഹുവിനോട് അടുക്കുന്നത്. അതിന് പല കാരണങ്ങളാണ്. അതിലെ ഒരു കാരണം മുഹമ്മദ് എന്ന രൂപമാണ്. സുജൂദിന്റെ രൂപം അറബിയിൽ മുഹമ്മദ് എന്ന് എഴുതിക്കൊണ്ടാണ് കിടക്കുന്നത്. മുഹമ്മദിയ സൂറത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കിടക്കുന്ന അത്ര മഹത്തായ രംഗം നിസ്കാരത്തിലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യകോലത്തിൽ നരകത്തിലെ ആളുകൾ കടക്കുകയില്ല. സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയുടെ അനുജനോ ജേഷ്ഠനോ ആയ ആസർ എന്ന് പറയുന്ന മനുഷ്യനെ നരകത്തിലേക്ക് എറിയപ്പെടും. ഫീ സൂറത്തി സിന്നൂർ, ഒരു മെരുവിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ രൂപത്തിൽ, ഇങ്ങനെ ജന്തുക്കളുടെ രൂപത്തിലാണ് നരകത്തിൽ മനുഷ്യൻ കടക്കുക. ഇക്റാമം ബിസ്മി സയ്യിദിനാ മുഹമ്മദ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര്. മാക്കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അള്ളാഹുവിൻ്റെ റസൂലുള്ള സ്ഥലത്ത് ശിക്ഷയില്ല. ഭൂമി കിടുങ്ങിയാൽ, റസൂലുള്ളാനെ വിളിച്ച് കരഞ്ഞാൽ ഭൂമി കിടുക്കം നിന്നു പോകുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തൻ്റെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വേദന വന്നു. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഒരു രോഗമാണ് മസിലികേരുക എന്ന രോഗം. ആ രോഗം അത് വലിയ വിഷമമുള്ളതാണ്. 5 മിനിറ്റൊക്കെ മസിലി പിടിച്ചു നിന്നാൽ വലിയ വേദനയായിട്ട് ആളുകൾ അതാ സഹിക്കാതെ കരയുന്നത് കാണാം. എല്ലാ അയിമ്മത്തും, ഇമാം നവവി തൻ്റെ അദ്കാറിൽ, അതുപോലെ തന്നെ ഇമാം ജസുരി തങ്ങൾ തൻ്റെ ഹിസ്നുൽ ഹസീനിൽ, ഇമാം ബുഖാരി തങ്ങൾ തൻ്റെ അദബുൽ മുഫ്രദിൽ, പുത്തനാശയക്കാരുടെ നേതാവ് ഇബ്നു ഖയ്യിം തൻ്റെ വാബിൽ സ്വയ്യിബിൽ, അതുപോലെ ഇബ്നു തൈമിയ, എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നു, ആരുടെയെങ്കിലും കാലിൻ്റെ മസില് കയറിയാൽ എന്താണ് ചെയ്യൽ സുന്നത്തുള്ളത്? യാ മുഹമ്മദ് എന്ന് വിളിക്കൽ സുന്നത്താണ്. എന്തേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൻ്റെ മസില് കയറിയപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക്, ലോകത്ത് എല്ലാവരിലേക്കും, പ്രത്യേകിച്ച് സഹാബിമാർക്ക്, ലോകത്തുള്ള മൂമിനീങ്ങൾക്ക് അഹബ്ബുന്നാസ് എന്ന് പേരുള്ള റസൂലുള്ളാഹി തങ്ങൾ, ജനങ്ങൾക്കൊക്കെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായ റസൂലുള്ളാഹിനെ വിളിക്കൂ എന്ന് ഇബ്നു ഉമർ തങ്ങളോട് മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നു. വിഷമം വന്നാൽ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് സ്വഹാബികളുടെ ചര്യയാണ്. റസൂലുള്ളാഹിനെ വിളിക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുമ്പോൾ ഉടനെ തന്നെ അതാ ഇബ്നു ഉമർ തങ്ങൾ വിളിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു തൻ്റെ അദബിൽ, എന്താണ് വാ മുഹമ്മദ്, അല്ലെങ്കിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ എന്നങ്ങ് വിളിക്കുമ്പോൾ ഫകഅന്നമാ നശിത മിൻ ഇഖാൽ, ഒരു കെട്ടിൽ നിന്ന് താനഴിഞ്ഞ പോലെ തൻ്റെ കാലിൻ്റെ വേദന പാടെ മാറിപ്പോകുന്നു. വലിയ ചികിത്സയാണ്. അതാ മസിലി കയറുന്നവർക്ക് ഈ പദമങ്ങ് പറഞ്ഞാൽ ഉടനെ തന്നെ മസിലി ഇറങ്ങുന്നതാണ്. എത്രയോ അനുഭവം നമുക്ക് തന്നെയുണ്ട്. അതൊക്കെ സുന്നത്താണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഏത് വിഷമത്തിനും ഉടനടി പരിഹാരം റസൂലുള്ളാഹി ആണ്. ദവാഇ ഇദാ മദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി മദിഹു റസൂലിൻ ബി ശഫാഅത്തി യുഫ്റദു. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബഗ്ദാദി വലിയ ആശിഖ് റസൂലായിരുന്നു. മുഹമ്മദ് ഇബ്നു അബൂബക്കർ അർ റഷീദ് അൽ ബഗ്ദാദി അൽ വിത്തിരി എന്ന റസൂലുള്ളാഹിന്റെ ആശിഖ്, ജീവിതം മുഴുവനും റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞവരാണ്. 10-20ഓളം വർഷം റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പാട്ടുപാടി നടന്ന് നബിയെ ഇഷ്ടം പോലെ സ്വപ്ന ദർശനവും ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു, എന്നെ കൂട്ടിപ്പിടിച്ചു, എൻ്റെ കവിത നോക്കി, എൻ്റെ കവിത റസൂലുള്ളാഹി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മഹാനവള് പറയുന്നു,
ദവായി എൻ്റെ ചികിത്സ ഇദാമദ്ദാഉ ഹല്ലാബി മുഹ്ജത്തി, എൻ്റെ ശരീരത്തിൽ വല്ല വിഷമവും വന്നു പോയാൽ എനിക്കുള്ള മരുന്ന് മദീഹു റസൂലിൻ ബി ശഫാഅത്തി യുഫ്റദു. ആർക്കും റെക്കമെൻഡിന് അവകാശമില്ലാത്ത വ്യക്തിയായാലും അള്ളാഹുവിൻ്റെ റസൂലിന് അവകാശമുണ്ട്. മഹാനായ സൈനി ദഹ്ലാൻ അവിടുത്തെ സീറത്തുൻ നബവിയിൽ പറയുന്നു, ഒരു മുശ്രിക്കായ മനുഷ്യനെ ശഫാഅത്ത് റസൂലുള്ള ചെയ്താൽ അതാ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. പക്ഷേ നബി തങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ അല്ലാഹു തള്ളുകയില്ല. ബിശ്ശഫാഅത്തി യുഫ്റദ്, ഏത് വിഷയത്തിനും റെക്കമെൻഡിന് അവകാശമുള്ളവരാണ് റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാഹു തആല പഠിച്ചിട്ടില്ല. എൻ്റെ എന്ത് പ്രശ്നമുണ്ടോ ഞാൻ നബിയുടെ മദ്ഹ് പറയാൻ തുടങ്ങലാണ് അതിൻ്റെ എനിക്കുള്ള മരുന്ന്. സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാർ, സഹോദരന്മാർ, ബുർദ ചൊല്ലിയവർ, അവരെ ഉറപ്പിക്കുക അല്ലാഹുവിൻ്റെ റസൂൽ അതറിയും. അല്ലാഹുവിൻ്റെ റസൂൽ ആ വിഷയത്തിൽ ശഫാഅത്ത് ചെയ്യും. അതിൻ്റെ ഫലം നിർബന്ധമായും അനുഭവിച്ചേ പറ്റൂ. അല്ലാഹു തആല അവിടത്തോട് നമുക്ക് ബന്ധം നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ആരാരും അറിയാതെ ഒരു റൂമിലിരുന്നു കൊണ്ട് അല്പം സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിൻ്റെ റസൂൽ അതറിയാതിരിക്കുകയില്ല. മഹാനായ യൂസുഫ് നബഹാനി ഒരു ആശിഖ് റസൂലായിരുന്നു. അവിടുത്തെ ചരിത്രത്തിൽ അവർ തന്നെ പറയുന്നു, അവിടുത്തെ സആദത്ത് ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചെരുപ്പിൻ്റെ ചിത്രം വരച്ചെടുത്തു. നബി തങ്ങളുടെ ചെരുപ്പ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പച്ച കുബ്ബ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ ചിത്രം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആധാറുകൾ, അതിനൊക്കെ വലിയ മഹത്വമുണ്ട്. മുസല്ലകളിൽ റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയുള്ള ചിത്രത്തിൽ നാം ഇരിക്കരുത് സഹോദരന്മാരെ. അതിന് വലിയ ബഹുമാനമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുബ്ബ എന്ന് മാത്രമല്ല, ഔലിയാക്കളുടെ ഖബറിൻ്റെ ചിത്രം, മഹത്തായ പള്ളികളുടെ ചിത്രം, മഹാന്മാരുടെ വീടിൻ്റെ ചിത്രം, അതൊക്കെ ബറക്കത്തുള്ള സാധനമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. താലൂത്ത് രാജാവിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൽക്ക് കൊടുത്തതിന് അടയാളമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്കൊരു പെട്ടി വരും. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, അതിൽ മനുഷ്യന് സമാധാനിക്കാനുള്ള സാധനമുണ്ട്. എന്താണതിൽ സമാധാനിക്കാനുള്ളത്? തഫ്സീറുൽ ജമൽ എടുത്തു നോക്ക്. സുവറു ബുയൂത്തിൽ അംബിയാ, അംബിയാക്കന്മാരുടെ വീടിൻ്റെ ചിത്രങ്ങൾ അതിലുണ്ട്. മഹാന്മാരുടെ വീടിൻ്റെ ചിത്രത്തിന് വലിയ ബഹുമാനമുണ്ട് ഇസ്ലാമിൽ. അത് സമാധാന മാർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, അഇമ്മത്ത് ഉദ്ധരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബയുടെ ചരിത്രം അതിൻ്റെ ചിത്രം വലിയ മഹത്തായതാണ്. അതുമ്മൽ നമ്മൾ ചവിട്ടരുത്, അത് നമ്മുടെ നിസ്കരിക്കാൻ ഉപയോഗിക്കരുത്, അതിന് ആദരവുണ്ട്. അവിടുത്തെ ഖബറിൻ്റെ ചിത്രം ആദരവുണ്ട്. റോട്ടിലിട്ടുകൊണ്ട് അത് വിൽക്കരുതേ. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചിത്രത്തെ അഇമ്മത്ത് വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഫാസി തങ്ങൾ തൻ്റെ മതാലിഉൽ മസറാത്ത് ബിശർഹി ദലായിലിൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചിത്രം, മഹാന്മാരുടെ ഖബറിന്റെ ചിത്രം, പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഖബറിന്റെ ചിത്രം, അത് വലിയ ബറക്കത്തുള്ളതാണ്. അതിനെ സ്വർണ്ണ കളർ കൊടുത്തുകൊണ്ട് അതിനെ സൂക്ഷിച്ചാൽ, അതിലേക്ക് നോക്കിയാൽ ബറക്കത്തുണ്ട്. അത് കണ്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ അത് യുഅസ്സിറു അസറൻ അജീബാ, വലിയ പ്രതിഫലനമായിരിക്കും. വലിയ പ്രതിഫലം എന്നല്ല പറയുന്നത്, വലിയ ഫലമായിരിക്കും നമ്മുടെ മനസ്സിനിക്ക്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ ചിത്രത്തിന് ബഹുമാനമുണ്ട്. റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട എല്ലാ സാധനത്തിനും ബഹുമാനമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നതായി കാണുന്നതാണല്ലോ ചെരുപ്പ്. ചെരുപ്പ് കണ്ട് ഏറി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര താഴ്ന്ന പരിപാടി പിന്നെ ഇല്ലല്ലോ. കാരണം ചെരുപ്പ് അത്രയും താഴ്ന്നതാണ്. എന്നാൽ അഇമ്മത്ത് സാലിഹീങ്ങൾ അവരുടെ തലമുകളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒന്നാണ് റസൂലുള്ളാഹിന്റെ ചെരുപ്പിൻ്റെ ചിത്രം.
മഹാനായ യൂസുഫ് നബഹാനി റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ചിത്രം വരച്ചെടുക്കുന്നു. അയിമ്മത്ത് റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ പറ്റി മാത്രം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം സഖാവി, ഇമാം ഖസ്തലാനി, ഇമാം സിയൂത്തി, ഇമാം ഇബ്നു മുഖരി ഇവരൊക്കെ ഈ വിഷയത്തിൽ കിതാബ് എഴുതിയവരാണ്. ഫത്ഹുൽ മുതആൽ ഫി ഫളായിലിൻ നിആൽ എത്രയോ സംഭവങ്ങളാണ് ആ കിതാബിലൊക്കെ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. ഇമാം ഫാക്കിഹാനി തങ്ങൾ ഡമസ്കസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചതായ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കാണാൻ പോയ സംഭവം അല്ലാമ ഇബ്നു ഫറൂഖ് തങ്ങൾ തൻ്റെ അദ്ദീബാജിൽ മുദഹബ് ഫി അയാനിൽ മദ്ഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. ആരാണ് പോകുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, 1,00,000 ഹദീസ് കാണാതെ അറിയുന്ന ഹാഫിദ് സഖാവി പോവുകയാണ്. കൂടെ പോകുന്നത് മറ്റൊരു ഹാഫിളാണ്. അവർ പറയുന്നു, ഞങ്ങൾ 2 പേരും ഡമസ്കസിലെത്തി. ഡമസ്കസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചതായ റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ അതാ കണ്ടുപോരുന്ന സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇമാം ഫാക്കിഹാനി ചെന്നതുകൊണ്ട് അതാ ഒരു ഉയർന്ന പണ്ഡിതൻ എന്ന നിലക്ക് അവിടെയുള്ള ആലിമീങ്ങൾ അത് തുറന്ന് ഫാക്കിഹാനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. റസൂലുള്ള ചവിട്ടിയ ചെരുപ്പ്, ആ ചെരുപ്പങ്ങ് കിട്ടിയപ്പോൾ ഫാക്കിഹാനി തങ്ങൾ പൊട്ടിയങ്ങ് കരഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിൽ കമഴ്ന്ന് വീഴുന്നു. അതാ തുരുതുരാ അതിനെ ചുംബിച്ചുകൊണ്ട് താൻ നിമിഷക്കവിയാണ്. അവിടെ നിന്ന് പാടുന്നു, വലൗ ഖീല ലിൽ മജ്നൂനി ലൈലാ വസ്ലഹാ തുരിദു അമിദ് ദുനിയാ വമാ ഫീ സവായാഹാ. ജീവിതം മുഴുവനും ഓർമ്മയില്ലാതെ ബോധമില്ലാതെ ലൈല എന്ന പെണ്ണിനെ സ്നേഹിച്ചു നടന്നതായ മജ്നൂൻ ലൈലയുണ്ടല്ലോ, ആ മനുഷ്യനോട് ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവ് മൊത്തം തരാം അല്ലെങ്കിൽ ലൈലയെ തരാം, ഏതാണ് നിനക്ക് വേണ്ടതെന്ന് മജ്നൂൻ ലൈലയോട് ഒരാൾ ചോദിച്ചാൽ ലഖാല ഖലീലും മിൻ ഉബാരിനി അലിഹാ അഹബു ഇലാ നഫ്സി വഅശ്ഫാ ലിബൽവാഹാ. ആ മജ്നൂൻ ലൈല പറയുന്നതാണ്, ഖൈസ് പറയുന്നതാണ്, എനിക്ക് ലൈലയെ നിങ്ങൾ തരണ്ട, ലൈലയുടെ വസ്ത്രം എനിക്ക് വേണ്ട, ലൈലയുടെ ഏറ്റവും താഴ്ന്നതായ ചെരുപ്പ് എനിക്ക് നിങ്ങൾ തരണ്ട, മറിച്ച് ആ ചെരുപ്പിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നതായ മൺതരികളിൽ ഒരു തരിയെങ്കിലും നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ലൈല മജ്നൂൻ ചോദിക്കുന്നതാണ്. ഈ സ്വഭാവമാണ്, ഈ അവസ്ഥയാണ് എനിക്കെന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മൺതരികളെ ഒന്ന് എനിക്ക് നിങ്ങളെ തൊടണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ഫാക്കിഹാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ഹദ്ദുകളും ചുണ്ടുകളും ആ ചെരുപ്പ് മുകളിൽ ഉരതിക്കരയുന്നു. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെരുപ്പിൻ്റെ ചിത്രത്തിൻ്റെ അവസ്ഥയാണ്. അതിൻ്റെ ചിത്രത്തിനിക്ക് 14ഓളം ഗുണങ്ങൾ അയിമ്മത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ചുമന്ന് നടക്കുന്ന എത്രയോ സ്വാലിഹീങ്ങൾ കഴിഞ്ഞുപോയി. മഹാനായ റസൂലുള്ളാഹിന്റെ ചെരുപ്പിൻ്റെ ചിത്രം അതാ ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്ത് അതിൻ്റെ നല്ല മോടി കൂട്ടിക്കൊണ്ട് അതിനെ സമൂഹത്തിൽ ബറക്കത്തിനു വേണ്ടി ആദ്യമായി കൊടുത്ത മഹാനായ യൂസുഫ് നബഹാനി. മഹാനവകൾ പറയുന്നു, ഞാനത് വരച്ചെടുത്തു. അങ്ങനെ ഞാൻ അത് എല്ലാവർക്കും എൻ്റെ വകയായി കൊടുത്തു. അല്ലാഹുവിൻ്റെ റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങൾ നാം കാശ് ചെലവഴിച്ച് സ്വലാത്തുകൾ ജനങ്ങൾക്ക് എത്തിക്കുക, നമ്മുടെ സമ്പത്ത് കൊണ്ട് ജനങ്ങളിലേക്ക് റസൂലുള്ളാഹിന്റെ ആധാറുകൾ എത്തിക്കുക, അത് വലിയ ഫലമുള്ളതാണ്. നബി തങ്ങളോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും തള്ളപ്പെടുകയില്ല. ഒരു അമുസ്ലിം പോലും ചെയ്താൽ തള്ളപ്പെടുകയില്ല. അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യന് അല്ലാഹു തആല കൊടുത്തത്രേ നിസാരത മറ്റൊരു മനുഷ്യനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഒരു സൂറ തന്നെ ആ മനുഷ്യനെ പറ്റി അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ എല്ലാ തിങ്കളാഴ്ചയും ഏറ്റവും വലിയ ശിക്ഷയുടെ വേദിയായ നരകത്തിൽ തൻ്റെ
2 കൈവിരലിൻ്റെ ഇടയിൽ നിന്ന് ശുദ്ധപാനം ലഭിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്തേ സംഭവം? അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ചതിൽ സന്തോഷിച്ച് തൻ്റെ വെള്ളാട്ടിയെ മോചിതയാക്കി. ഇത് മാത്രമാണ് അതിന് കാരണം. ഒരു കാഫിറും അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിച്ചാൽ നരകത്തിൽ വെച്ചുകൊണ്ടെങ്കിലും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ അബൂ ത്വാലിബ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നരകത്തിൽ ഏറ്റവും ശിക്ഷ കുറഞ്ഞ വ്യക്തി അബൂ ത്വാലിബാണ്. എന്തേ? റസൂലുള്ളാഹി തങ്ങൾ മരിക്കുന്ന ടൈമിൽ അബൂ ത്വാലിബിൻ്റെ ശരീരത്തിൽ തടകിക്കൊടുത്തു. കാലടിയല്ലാത്ത എല്ലാ സ്ഥലത്തും അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് എത്തുകയുണ്ടായി. കാലടിയിലെത്തുമ്പോൾ ജിബ്രീൽ തട്ടിക്കളഞ്ഞു. ഷഹാദത്ത് കലിമ പരസ്യമായി മൊഴിയാത്ത പേരിൽ അള്ളാഹു അബൂ ത്വാലിബിനെ ശിക്ഷിക്കുന്നതാണ്, നരകത്തിൽ കടക്കുന്നതാണ്. അദ്ദേഹം പിന്നീട് സ്വർഗത്തിൽ കടക്കുമോ? പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമുണ്ട്. ഇമാം ഷഅറാനി തൻ്റെ മുഖ്തസർ തദ്കിറത്തുൽ ഖുർത്തുബി ഗ്രന്ഥത്തിൽ പറയുന്നു, വല്ലദീന അഅ്തഖിദു വനുഹിബ്ബു അൻ നൽഖല്ലാഹ ബിഹി അന്ന അമ്മൻ നബി അബാ ത്വാലിബിൻ ഫിൽ ജന്നാ. ലാസ്റ്റിൽ അബൂ ത്വാലിബ് സ്വർഗത്തിൽ കടക്കുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നതെന്ന് ഇമാം ഷഅറാനി പറയുന്നു. ഇമാം ബർസഞ്ചി തങ്ങൾ അസ്നൽ മത്വാലിബ് ഫീ നജാത്തി അബീ ത്വാലിബ് എന്നൊരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബ് നിസ്കരിച്ചിട്ടില്ല, അബൂ ത്വാലിബ് നോമ്പ് നോറ്റിട്ടില്ല, മനസ്സിൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു, ഈമാനുണ്ടായിരുന്നു, നാവുകൊണ്ട് പരസ്യമായത് പറഞ്ഞിട്ടില്ല. അത് ആ കാരണത്താൽ തനിക്ക് ശിക്ഷയുണ്ട്. എങ്കിലും നരകത്തിൽ തൻ്റെ ശരീരത്തിൽ ഒരു ഭാഗത്തും തീയിൽ കിടക്കുന്ന അബൂ ത്വാലിബിൻ്റെ ശരീരത്തിൽ തീ തട്ടുന്നില്ല. എന്തേ? അള്ളാഹുവിൻ്റെ റസൂൽ ഏതോ കാലത്ത് അവിടുത്തെ കൈകൊണ്ട് ആ ശരീരത്തിലൊന്ന് തടകിക്കൊടുത്തു. അതോടുകൂടെ പിന്നീട് ആ ശരീരത്തിന് തീയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. ഒരു സ്വഹാബിയുടെ താടി മുഴുവനും നിരച്ചു പോയിരിക്കുന്നു. തൻ്റെ അടിമ ചോദിക്കുന്നു, യജമാനരേ, നിങ്ങളുടെ താടിയിൽ ഒരു രോമം പോലും നിരക്കാത്തതില്ലല്ലോ, എന്നാൽ തലയിൽ ഒരു രോമം പോലും നിരച്ചിട്ടില്ലല്ലോ, എന്താണിതിന് കാരണം? ഉടനെ തന്നെ ആ സ്വഹാബി പറയുന്നു, മോനെ, എൻ്റെ തലക്കൊരു വേദനയുണ്ടായിരുന്നു. ഞാൻ മുസ്തഫ നബിൻ്റെ അരികിൽ ചെന്നു, നബിയെ, എൻ്റെ തലക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ തിരുകരം കൊണ്ട് എൻ്റെ തല മുഴുവനും ഒന്ന് തടകി തന്നു. ആ കാരണത്താൽ എൻ്റെ മുടിയൊന്നു പോലും നിരച്ചിട്ടില്ല. ഒന്നല്ല രണ്ടല്ല, റസൂലുള്ളാഹി തങ്ങളെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് തുല്യരില്ല. മഹാനായ നബഹാനി തങ്ങൾ അതാ ചിത്രം വരച്ചെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തും തൻ്റെ മനസ്സിൻ്റെ രോധന എഴുതി വച്ചിരുന്നു. മൗലിദ് നടത്തുമ്പോൾ, ബുറുദ ചൊല്ലുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് മദീനയിലേക്ക് കൊടുക്കണം. അള്ളാഹുവിൻ്റെ നബിയെ, ഈ ഉള്ളവൻ ഇവിടെയുണ്ട്, ഇവൻ്റെ കയ്യിലൊന്നുമില്ല, ഒന്ന് എന്നെ കൈപിടിക്കണമെന്ന മനസ്സോട് കൂടെ ആയിരിക്കണം റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുന്നത്. നബി തങ്ങൾ ആരോധന അറിയുന്നതാണ്. നബഹാനി തങ്ങൾ പറയുന്നു, ഈ ചിത്രം വരച്ചെടുത്ത് ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് ഞാൻ ആരും അറിയാതെ 2 വരികൾ എഴുതിയിരുന്നു. ഇന്നും നബഹാനി തങ്ങളുടെ ചെരുപ്പിൻ്റെ ചുറ്റുഭാഗത്തും ആ വരികൾ കാണാം. ഇന്നി ഖദംതു മിസാല നഈലിൽ മുസ്തഫ لأكون في الدارين تحت ظلالها سعد بن مسعود بخدمة نعله وأنا السعيد لخدمتي لمثالها. ബഹുമാനപ്പെട്ടവർ എഴുതിയ വരികളാണ്. ഇന്നി ഖദംതു മിസാല നഈലിൽ മുസ്തഫ. ഞാൻ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എനിക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ആ റസൂലുള്ളാഹിന്റെ ചെരുപ്പിൻ്റെ ചിത്രം ഞാനിതാ വരച്ചെടുത്തിരിക്കുന്നു. ആ ഒരു ചെറിയ സേവനം ഞാൻ ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഞാൻ ഈ ചെരുപ്പിൻ്റെ ചിത്രം എഴുതിയത്? നമ്മൾ മനസ്സിലാക്കണം സാലിഹീങ്ങളുടെ സ്വഭാവം. എന്തിനാണ് ഈ ചിത്രം എഴുതിയത്?
لأكون في الدارين تحت ظلالها. എൻ്റെ പട്ടണങ്ങൾ, എൻ്റെ സങ്കീർണമായ പട്ടണങ്ങളുടെ തീഷ്ണതയിൽ, അതിൻ്റെ ചൂടിൽ, അതിൻ്റെ വെയിലത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഈ ചെരുപ്പിൻ്റെ ചിത്രം വരച്ച തണൽ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇതെൻ്റെ പട്ടണങ്ങൾക്ക് തണലിലായി ഞാൻ ഉണ്ടാക്കിയതാണ്. സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി. റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ ചുമന്ന് നടന്നവരാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ ചെരുപ്പ് അതാ പല സ്വഹാബികൾക്കും തൊടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കിട്ടാറില്ല. അല്ലാഹുവിൻ്റെ റസൂൽ ഒന്ന് തുപ്പിയാൽ സ്വഹാബത്ത് ചാടിക്കൊണ്ട് കൈ കാണിച്ച് ആ തുപ്പലം വാങ്ങി ശരീരത്തിൽ പുരട്ടുമായിരുന്നു. സഹോദരന്മാരെ, എത്രയെത്ര സംഭവങ്ങളുണ്ട് ഹദീസിൽ. ഇതൊക്കെ ബുഖാരിയിലുള്ള ഹദീസാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അതാ ചെരുപ്പ് എവിടെങ്കിലും അഴിച്ചു വെച്ചാൽ ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് എടുത്ത് അതാ തൻ്റെ കയ്യിൽ ഇങ്ങനെ അങ്ങ് അകത്തിപ്പിടിക്കുകയല്ല, മറിച്ച് അതിൻ്റെ വാറിലൂടെ കൈയിട്ടുകൊണ്ട് നെഞ്ചത്തേക്ക് പറ്റിപ്പിടിച്ചുകൊണ്ട് ഒപ്പം നടക്കുന്നു. എപ്പോഴാണ് ചെരുപ്പ് വേണ്ടത്? ഈ രൂപത്തിൽ ആ ചെരുപ്പൊന്ന് മാറോടണച്ച് പിടിക്കാൻ പോലും സ്വഹാബിമാർക്ക് അതാ കഴിഞ്ഞിട്ടില്ല. അവരാഗ്രഹിച്ചെങ്കിലും സാധിച്ചിട്ടില്ല. മാനായ അബ്ദുല്ലാ തങ്ങൾക്ക് അതൊരു വലിയ ഭാഗ്യമായി സ്വഹാബത്ത് പറയുന്നു. അബൂദർദാ തങ്ങളോട് ഒരു മസല ചോദിച്ചപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം, എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അലൈസ ഫീകും സാഹിബുൻ നഅലൈൻ. മുത്ത് മുസ്തഫ തങ്ങളുടെ ചെരുപ്പ് ചുമന്നിരുന്ന സാഹിബുൻ നഅലൈനി നിങ്ങളുടെ അരികിലില്ലേ, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അബ്ദുള്ള നിങ്ങളിലില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ചെരുപ്പ് ചുമന്ന് വിജയിച്ചു പോയി. യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നു, എന്നാൽ وأنا السعيد لخدمتي لمثالها. ഞാൻ ആ ചെരുപ്പ് ചുമന്നില്ലെങ്കിലും ആ ചെരുപ്പ് തൊടാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ചിത്രത്തിനിക്ക് ചെറിയൊരു സേവനം ചെയ്ത് സമൂഹത്തിലേക്ക് അത് കൊടുത്തത് കൊണ്ട് ഞാനും സഈദ് തന്നെയാണ്, വിജയിച്ചവൻ തന്നെയാണ്. എൻ്റെ പ്രതീക്ഷ അങ്ങനെയാണ്. അങ്ങനെ ആകട്ടെ എന്നൊരു പ്രാർത്ഥന തൻ്റെ മനസ്സിൽ നിന്നുണ്ടായിക്കൊണ്ട് ആ ചെരുപ്പിൻ്റെ ചിത്രത്തിൻ്റെ ചുറ്റും ഈ കവിത എഴുതിയിട്ടിട്ടുണ്ട് മഹാനവറുകൾ. അതങ്ങനെ ജനങ്ങളിലേക്ക് കൊടുത്തു. മഹാനവൾ പറയുന്നു, കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടു. പലപ്പോഴായി റസൂലുള്ളാഹിനെ കണ്ടവരാണ് യൂസുഫ് നബഹാനി തങ്ങൾ. കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ട്. കുട്ടികൾക്കതറിയില്ല. പഴയ കാലത്തുള്ള മുളക്കലം എന്നറിയും, മുള ചെത്തിയിട്ടുള്ള കലം. ഒന്ന് എഴുതി തേഞ്ഞിട്ടുണ്ട്, ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ 2 പേനകൾ റസൂലുള്ളാഹിൻ്റെ കയ്യിലുണ്ട്. എഴുതി തേഞ്ഞ പേന ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചാലോ എന്ന് എനിക്ക് തോന്നി. എന്തിനാണ് ആ എഴുതി തേഞ്ഞ പേന? ലിയുദ്ഫന. അത് എനിക്ക് എൻ്റെ കഫംപുടയിൽ വെക്കാലോ. റസൂലുള്ളാഹിൻ്റെ കൈതട്ടിയ പേനയല്ലേ, എൻ്റെ കഫംപുടയിൽ അത് വെച്ചിരുന്നെങ്കിൽ. നിങ്ങൾ നോക്ക്, ഓരോ മഹാന്മാരുടെ മനസ്സ്. സഹാബികളിൽ അത്യുന്നതനാണല്ലോ മുആവിയത്ത് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. തത്ഹീറുൽ ജനാൻ ഫീ സലബി സയ്യിദിനാ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ എന്നൊരു ഗ്രന്ഥം തന്നെ മഹാനായ അഹ്മദ് ബിൻ ഹദൽ ഹൈതമി തങ്ങൾ, ഇമാം സയ്യിദുനാ മുആവിയ തങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ഹദീസുകളാണ് മുആവിയ തങ്ങളെ സംബന്ധിച്ച് അതിൽ കാണാൻ കഴിയുക. വലിയ ആശിഖായിരുന്നു മുആവിയ തങ്ങൾ. സ്വഹാബികളെ കൂട്ടത്തിൽ ദുനിയാവും ആഖിറവും ഒന്നായിട്ട് കൊടുത്ത വ്യക്തിയാണ് മുആവിയ തങ്ങൾ. മഹാനവറുകൾ വലിയ കൊട്ടാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കപ്പെട്ടിരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്. മഹാനായ മുആവിയ തങ്ങൾ മരിക്കുമ്പോൾ ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അയിമ്മത്തവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നു, മുആവിയ തങ്ങൾ മരിക്കുമ്പോൾ പറയുന്നു, തൻ്റെ കൂട്ടുകാരോട് പറയുന്നു, നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്യാനൊരുങ്ങുമ്പോൾ എൻ്റെ ആൾമറ തുറന്ന് അതിലൊരു ചെറിയ പൊതിയുണ്ട്, അത് നിങ്ങൾ എടുക്കണം. അത് തുറന്ന് ആ പൊതി അഴിച്ച് അതിലുണ്ട് റസൂലുള്ളാഹിൻ്റെ ചില മുടികൾ, ചില നഖക്കഷ്ണങ്ങളുണ്ട്. അതെടുത്ത് എൻ്റെ വായിലും എൻ്റെ മൂക്കിലും നിങ്ങൾ ഇട്ടേക്കണേ.
നിസ്കാരം ഖളായില്ല, നോമ്പ് ഖളായില്ല, ഒരു ഹറാമ് ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് ചിന്തിച്ചിട്ടില്ലാത്ത മഹാനായ മുആവിയ എന്തിനാണ് ഈ നഖക്കഷ്ണങ്ങളും എന്തിനാണ് റസൂലുള്ളാഹിന്റെ മുടിയും തൻ്റെ വായിലും മൂക്കിലും ഇട്ടത്? മാനവൾക്ക് രക്ഷപ്പെടാനാണ്. ഫഖല്ലൂ ബൈനി വബൈന അർഹമിർ റാഹിമീൻ. എൻ്റെ ജീവിതത്തെ മൊത്തം നിയന്ത്രിച്ചതായ എൻ്റെ ശ്വാസമുണ്ടല്ലോ, ശ്വാസോച്ഛ്വാസം നടന്നിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ നിയന്ത്രിച്ചത് എൻ്റെ ശ്വാസമാണ്. ആ ശ്വാസമാണ് എനിക്ക് ജീവിതത്തിന് സൗകര്യം തന്നതെങ്കിൽ ആ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾക്ക് കാരണം ആ ശ്വാസമാണെങ്കിൽ അത് നടന്ന മൂക്കിൻ്റെ ശിക്ഷയെ അല്ലാഹു തആല കാക്കട്ടെ എന്ന നിലക്ക് ആ മൂക്കിലതാ അള്ളാന്റെ റസൂലിൻ്റെ മുടികളും നഖക്കഷ്ണങ്ങളും ഇടാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നു. എൻ്റെ നാവ് കൊണ്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ നരകത്തിൽ തലകീഴായി തള്ളിയിടുന്നത് അവൻ്റെ നാവ് കൊയ്ത കാരണത്താലാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ താക്കീത് പറഞ്ഞതായ നാവ്, അതിന് വല്ല മുസീബത്തും വന്നിട്ടുണ്ടെങ്കിൽ അത് പാടേ റബ്ബ് തആല നീക്കിത്തരാൻ മഹാനായ റസൂലുള്ളാഹിന്റെ മുടികളും റസൂലുള്ളാഹി തങ്ങളുടെ നഖക്കഷ്ണങ്ങളും എൻ്റെ വായിലിടാൻ മുആവിയ വസിയത്ത് ചെയ്യുന്നു. ഒരു സ്വഹാബിയുടെ സംഭവമല്ല, എത്രയോ സ്വഹാബികൾ ഇങ്ങനെ ചെയ്തത് കാണാം. റസൂലുള്ളാഹി തങ്ങൾ എഴുതി തേഞ്ഞതായ ആ കലമെനിക്ക് കിട്ടിയാൽ എൻ്റെ കഫംപുടയിൽ അത് വെച്ചാൽ എനിക്കത് ബറക്കത്താണെന്ന് എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ എങ്ങനെയാണ് നബിയോട് ചോദിക്കുക? ഞാൻ ചോദിച്ചില്ല. അപ്പോൾ തന്നെ റസൂലുള്ള എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, യൂസുഫേ, നിനക്ക് ഈ കലം വേണോ എന്ന് എന്നോട് ചോദിച്ചു. നബഹാനി ഉറക്കത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ നബഹാനി തങ്ങൾ പറയുന്നു, അതേ നബിയേ. കൈ കാണിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ വെച്ചോ, ഈ കലമ് നീ വെച്ചോ. ലീദുഫന മാ ശൈഖ് സഈദ്, ശൈഖ് സഈദിന്റെ കൂടെ ഈ കലമ് മറവ് ചെയ്യാമല്ലോ, ശൈഖ് സഈദിന്റെ കഫംപുടയിൽ വെക്കാമല്ലോ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഞെട്ടി ഉണരുന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞ ശൈഖ് സഈദിന്റെ കഫംപുടയിൽ ഇത് വെക്കാൻ വേണ്ടി പറഞ്ഞ ശൈഖ് സഈദ് ആരാണ്? ബഹുമാനപ്പെട്ട നബഹാനിക്ക് പിടുത്തമില്ല. പല പണ്ഡിതന്മാരോടും അന്വേഷിച്ചു. അവസാനം ഒരു സൂഫിയായ മഹാൻ പറയുന്നു, ആ ശൈഖ് സഈദ് നിങ്ങൾ തന്നെയാണ്. ഞാനെങ്ങനെയാണ് ശൈഖ് സഈദ് ആവുക? എൻ്റെ പേര് സഈദ് എന്നല്ല, എൻ്റെ പേര് യൂസുഫ് എന്നാണ്. എന്താണ് നബി തങ്ങളാ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിൻ്റെ ചിത്രം നിങ്ങൾ വരച്ച് സമൂഹത്തിലേക്ക് കൊടുത്തപ്പോൾ ആ ചെരുപ്പിൻ്റെ ചിത്രത്തിൻ്റെ ചുറ്റും നിങ്ങൾ 2 വരികൾ എഴുതിയില്ലേ? അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്ത പേരിൽ ഞാൻ സഈദാണെന്ന്, സഈദാകട്ടെ എന്ന് നിങ്ങളൊരു പ്രാർത്ഥന പറഞ്ഞില്ലേ? അത് മദീനയിൽ അറിഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, 80 ലക്ഷം സ്വലാത്ത് ചൊല്ലി അത് റസൂലുള്ളാഹിന്റെ പേരിൽ 204 ബുറുദ ചൊല്ലി ഉമ്മമാരെ, സഹോദരന്മാരെ, വലിയ നേട്ടമാണ്. നബി അറിയാതെ ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലുകയില്ല. ഈജിപ്തിൽ അറിയപ്പെടുന്ന ഒരു ഖാരി, ഒരു ഖിറാഅത്ത് പണ്ഡിതൻ, 14ഓളം ശൈലികളിൽ എന്നല്ല അതിലേറെ ശൈലികളിൽ അല്ലാഹു ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ഒരു ആയത്തിൽ തന്നെ പല ശൈലികളിലുള്ള ഓത്ത് ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനായതുകൊണ്ട്, കർക്കശമായ നിയമമുണ്ടായതുകൊണ്ട് വളരെ കൃത്യമായ റിപ്പോർട്ടോട് കിട്ടിയതല്ലാതെ ഓതാൻ പാടില്ല.
പഠിക്കാം എന്നല്ല, പഠിക്കണം. അതോടുകൂടെ ഓതാൻ പാടില്ല എന്നാണ് അയിമ്മത്തിന്റെ നിയമം. വിശുദ്ധ ഖുർആൻ പല ശൈലിയിലും ഇറങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഓതുകയല്ല, ശൈലിയാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബൽ ആലമീൻ, മാലികി യൗമിദ്ദീൻ മാലികു യൗമിദ്ദീൻ മലക യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ മല്ലകി യൗമിദ്ദീൻ. 16 ശൈലികളിൽ അവിടെ ഓത്ത് കാണാം. إياك نعبد وإياك نستعين نستعين اهدنا الصراط المستقيم صراط من أنعمت عليهم غير المغضوب عليهم ولا الضالين. പല ശൈലികളുമുണ്ട്, അങ്ങനെയൊന്നും ഓതാൻ പാടില്ല. ഫാത്തിഹ സൂറത്തിൽ ആകെ പറ്റിയത് 2 ശൈലിയാണ്, മാലികി യൗമിദ്ദീൻ. അല്ലാത്ത ശൈലികൾ ഖുർആൻ എന്ന നിലക്ക് ഓതരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിൽ എത്രയോ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥമായതുകൊണ്ട് കർക്കശമായ ഇമ്മത്ത് പറയുന്നു, വ്യക്തമായ റിപ്പോർട്ടുകളിലൂടെ അതിനവരുടെ ഭാഷയിൽ മുതവാത്തിർ എന്ന് പറയും. ആ റിപ്പോർട്ടിലൂടെ കിട്ടിയതല്ലാതെ ഓതാൻ പാടില്ല. അങ്ങനെ കിട്ടിയ ഖിറാഅത്ത് 7 ഖിറാഅത്താണ്. മഹാനായ ആ ഖാരി പണ്ഡിതൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുത്തിരുന്നു ഈജിപ്തിൽ. ചരിത്രത്തിൽ കാണാം, നബഹാനി തങ്ങൾ ഉദ്ധരിക്കുന്നു, മഹാനായ റസൂൽ ഈ മനുഷ്യൻ അതാ ഓതിക്കൊടുത്ത ശേഷം തൻ്റെ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ എനിക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല. കാശില്ലാത്ത ചെറുപ്പക്കാരൻ സങ്കടത്തോടുകൂടെ പുറത്തുപോയി എവിടെ നിന്നൊക്കെ നടന്ന് 5 ദീനാർ സംഭരിച്ച് അതുമായി ഉസ്താദിൻ്റെ അരികിൽ വന്നപ്പോൾ, ഞാൻ 10 പറഞ്ഞതിൻ്റെ സത്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തരാൻ സാധ്യമല്ല. ഈ 5 ദീനാർ ഉപയോഗിച്ച് ചെറുപ്പക്കാരൻ സങ്കടത്തോടുകൂടെ ഇലാ ഹളറത്തി റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് മദീനയിലേക്ക് പോകുന്നു. ചരിത്രത്തിൽ കാണാം, മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ, എൻ്റെ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് തങ്ങൾ എനിക്ക് ഇജാദത്ത് വാങ്ങിത്തരണം നബിയേ. പലപ്പോഴായി വിഷമങ്ങൾ മുഴുവനും പറയാൻ അയിമ്മത്ത് മുഴുവനും കണ്ടത് മദീനയാണ്. റസൂലുള്ള പറയുന്നു, മദീന, ഈമാനുള്ളവന്റെ മനസ്സ് വിഷമം വരുമ്പോൾ ഒരു പാമ്പിന് ഏറ് കിട്ടിയാൽ ആ പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന പോലെ ഈമാനുള്ളവന്റെ മനസ്സ്, അവൻ്റെ ഉമ്മ മരിച്ചാൽ ഉപ്പ മരിച്ചാൽ രോഗം വന്നാൽ മദീനയിലേക്കാണ്. ഉപ്പായുടെ മരണത്തിൻ്റെ ദിവസവും ഉപ്പ മരിച്ച 7-നും 14-നും 40-നും റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ചൊല്ലുന്നത്, മൗലിദാണ് ഓതുന്നത്. മദീനയാണ് ഈമാനുള്ളവന്റെ അഭയകേന്ദ്രം. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവമെന്ന് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് ചെന്ന് നബി തങ്ങളോട് സങ്കടം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇത് കുറേ ദിവസം അങ്ങനെ ചെയ്തപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹിന്റെ റസൂല് പറയുന്നു, നീ നിന്റെ ഉസ്താദിനോട് ഞാൻ ഇജാദത്ത് തരാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. നബിയെ, ഞാൻ അവിടെ ചെന്ന് പറയുമ്പോൾ എന്ത് അടയാളമാണ് എനിക്ക് കൊടുക്കാനുള്ളത്? എന്താണ് എൻ്റെ ഉസ്താദിനോട് ഞാൻ പറയാനുള്ളത്? ഇനി റസൂലുള്ളാഹിനെ കണ്ടിരിക്കുന്നു, നിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നീ പറയുക, ബിദലീലി സുമറൻ സുമറ, തെളിവാണെന്ന് നീ പറയുക, വേറൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് ഇത് മനസ്സിലായില്ല. എന്താ സുമറൻ അറിയില്ല. മിസ്രിലേക്ക് തിരിച്ചു, ഉസ്താദിൻ്റെ അരികിൽ ചെന്നു, ഈ കാര്യം പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇനി റസൂലുള്ളാഹിനെ കണ്ടുവരികയാണെന്ന് ആര് പറഞ്ഞു? എങ്ങനെയാണ് എനിക്ക് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്കെന്താണ് തെളിവ്? ഉടനെ തന്നെ ചെറുപ്പക്കാരൻ പറയുന്നു, എന്നോട് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ബിദലീലി സുമറൻ സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേൾക്കേണ്ട താമസം ഉസ്താദ് അട്ടഹസിച്ചുകൊണ്ട് ബോധം കെട്ട് വീണു പോകുന്നു. പടച്ചവനെ, എന്താ പറ്റിയത്? കുറെ കഴിഞ്ഞ് ബോധം തെളിയുമ്പോൾ കരയുകയാണ്. എന്താണ് ഉസ്താദേ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ കരയാനുള്ള കാരണം? മോനെ, ഞാൻ കാലങ്ങളായ ഖുർആൻ പഠിച്ചിട്ട്
പഠനം കഴിഞ്ഞ് ഖുർആൻ മുമ്പിൽ വെച്ച് ഞാൻ ഓതുമ്പോൾ അതാ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് സുമറാ സീഖല്ലദീ, അതാ അള്ളാഹുവിന് വഴിപ്പെട്ട ഒരു കൂട്ടരെ സ്വർഗത്തിലേക്ക് തെളിക്കപ്പെടുമെന്നും ഒരു കൂട്ടരെ നരകത്തിലേക്ക് തെളിക്കപ്പെടുമെന്നും വിശുദ്ധ ഖുർആനിലുള്ള ആയത്തെത്തിയപ്പോൾ ആയത്ത് വീണ്ടും ഞാൻ മടക്കുന്നു. ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കും? അള്ളാഹുവിലേക്ക് സുമറാ, കൂട്ടമായി തെളിക്കപ്പെടും നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഞാൻ ഏതിലാണെന്ന നിലക്ക് വീണ്ടും മടക്കി ഞാൻ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ഏത് വിഭാഗത്തിലാണെന്നറിയാതെ ദുഃഖിക്കുമ്പോൾ ഞാൻ ഉറക്കത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ഞാൻ അന്ന് കണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് എന്നോട് പറഞ്ഞു, നീ സ്വർഗത്തിലേക്ക് തെളിക്കപ്പെടുന്ന അതാ വിഭാഗത്തിൽ പെട്ടവനാണ്. വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറാ, സുമറനായിട്ട് കൂട്ടമായി സ്വർഗത്തിലേക്ക് തെളിക്കപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടവനാണ് നീ എന്നോട് നബി പറഞ്ഞിരുന്നു. അത് കാലങ്ങൾക്ക് മുമ്പാണ്, അത് തെളിവാണെന്നാണ് നിന്നോട് പറഞ്ഞത് എന്ന് ആ ഉസ്താദ് പറഞ്ഞ് തൻ്റെ സത്യത്തിൽ നിന്ന് താൻ പിന്മാറിക്കൊണ്ട് ഈ മകന് ഇജാസത്ത് നൽകുന്നു. സഹോദരന്മാരെ, എന്ത് വിഷമത്തിനും മദീനയിലേക്ക് നീങ്ങാം. ഏത് പ്രയാസത്തിനും നമ്മൾ അതാകത്തിരുന്ന് ചൊല്ലുന്ന മൗലിദ് മദീനയിൽ അലക്കാതിരിക്കില്ല. റസൂലുള്ളാഹിന്റെ മധു പറയുന്ന ബുറുദാ സദസ്സ് നബി തങ്ങൾ കാണാതിരിക്കില്ല. റസൂലുള്ളാഹി അറിയാതെ ഇവിടെ ഒരു ബുറുദയില്ല, ഒരു മൗലിദില്ല, ഒരു മദ്ഹിന്റെ സദസ്സില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹിന് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരനെ നബി തങ്ങൾക്ക് പരിചയമുള്ളവനാണ്. നിങ്ങൾക്കറിയുമോ, അതാ ബഗ്ദാദിലെ വലിയ അവിടുത്തെ ഭരണാധികാരിയാണല്ലോ അലി ഇബ്നു ഈസ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയുടെ കീഴിൽ അതാ ആ ഭരണം നടക്കുന്ന കാലത്ത് അവിടെയുള്ളൊരു വലിയ പണ്ഡിതൻ ഒരു കച്ചവടത്തിൽ തനിക്ക് വലിയ നഷ്ടം വന്ന് 3000 ദീനാർ 3000 നാണയം കടം കുടുങ്ങി. തന്നെ ജപ്തി ചെയ്യപ്പെട്ടു, തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കടക്കാരുടെ നിർബന്ധപ്രകാരം തന്നെ ഹജർ ചെയ്യപ്പെട്ടു, ജപ്തി ചെയ്യപ്പെടുകയും തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് കടം വീട്ടുക? 3000 നാണയം. ഒരു വഴിയുമില്ല. ആ ജയിലറയിൽ കിടന്നിട്ട് ആ പണ്ഡിതൻ മുത്തുനബിയെ വിളിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിനം റസൂലുള്ള വന്നുകൊണ്ട് പറയുന്നു, മോനെ, നീ ഈ നാട്ടിൻ്റെ ഭരണാധികാരി അലി ഇബ്നു ഈസയോട് നീ ചെന്ന് ഞാൻ നിനക്ക് 3000 ദീനാർ തരാൻ പറഞ്ഞിരിക്കുന്നെന്ന് പറയണം. ഇത് കേട്ടുകൊണ്ട് അദ്ദേഹം നെട്ടിയുണരുന്നു. പക്ഷേ എങ്ങനെയാണ് അലിയുടെ അരികിലേക്ക് പോവുക? 3 പ്രാവശ്യം റസൂലുള്ള വന്നുകൊണ്ട് പറഞ്ഞു. 3 ദിവസങ്ങൾ എന്തുകൊണ്ട് പോയില്ല ഞാൻ ചുരുക്കുന്നു. അവസാനം അതാ ജയിൽ നിന്ന് സമ്മതം ചോദിച്ചു. അലി ഇബ്നു ഈസന്റെ അരികിൽ ചെന്നു. നാളെയാണ് കോടതി മുമ്പിൽ ഹാജരാക്കപ്പെടുന്നത്. കടക്കാരൊക്കെ ശോഭിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാ അവർക്ക് വളരെ ദേഷ്യത്തിലാണുള്ളത്, അവരൊക്കെ തന്നോട് കോപത്തിലാണുള്ളത്. എന്ത് പരിഹാരമാണ്? അലി ഇബ്നു ഈസയോട് ചെന്ന് പറയുന്നു. അലി ഇബ്നു ഈസ നിന്നോട് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ നീ അവനോട് പറയണം, റസൂലുള്ള സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു നീ നബി തങ്ങളെ കണ്ടിരിക്കുന്നു എന്നതിന് തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ നീ അവനോട് പറയണം, 5000 സ്വലാത്ത് എൻ്റെ പേരിൽ റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾ ചൊല്ലാറില്ലേ എന്നൊന്നൊന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. ഇതാ രാജാവിൻ്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിന്നോട് നബി തങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവെന്താണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യ പോലും അറിയാത്ത ഒരു അമല് നിങ്ങൾക്കുണ്ടല്ലോ, അഥവാ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ 5000 സ്വലാത്ത് നിങ്ങൾ ചൊല്ലാറില്ലേ? ഇതങ്ങ് പറയുമ്പോൾ അലി ഇബ്നു ഈസ എന്ന ഭരണാധികാരി വാവിട്ട് കരഞ്ഞുകൊണ്ട് ഈ പണ്ഡിതനെ കൊത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്? എൻ്റെ സ്വലാത്ത് നബി തങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ലോകത്താരും അറിയില്ല. നമ്മൾ മനസ്സിലാക്കണം, അതാ ഭരണകൂടത്തിലെ
എത്രയോ പട്ടണങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ ഉണ്ടായിട്ടും 5000 സ്വലാത്ത് ഒരു ഭരണാധികാരി ചൊല്ലിയിരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊക്കെ എന്ത് ബന്ധമാണ് നബി തങ്ങളോടുള്ളത്. ഒരു സ്വലാത്തിന്റെ സദസ്സ് സംഘടിപ്പിച്ച് 80 ലക്ഷം സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹ്, വലിയ അനുഗ്രഹം തന്നെ. പക്ഷേ അത് ഒരു സംഭവമാണ്. ദിനം പ്രതി റസൂലുള്ളാഹിന്റെ മേലിൽ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി എത്ര വലിയ മഹാന്മാർ. ഔറംഗസീബ് രാജാവിനെ കേട്ടിട്ടില്ലേ? മുഗൾ ചക്രവർത്തിമാരിൽ അറിയപ്പെട്ട സൂഫിയാണ്. അദ്ദേഹത്തിന്റെ സംഭവത്തിൽ കാണാം, തൻ്റെ ഒരു അടിമയുണ്ട്. ആ അടിമയുടെ പേര് മുഹമ്മദ് എന്നാണ്. പലപ്പോഴും മുഹമ്മദ് എന്നാണ് വിളിക്കാറുള്ളത്. തനിക്കൊരു ഓമന പേരുണ്ട്, ആ പേര് വിളിക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഓമന പേര് വിളിക്കും. സാധാരണയിൽ എല്ലാവരും ഓമന പേരാണ് വിളിക്കാറുള്ളത്, സ്ഥാനപ്പേരാണ് വിളിക്കാറുള്ളത്. എന്നാൽ തൻ്റെ നാമത്തെ ആരും വിളിക്കാറില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റായി തൻ്റെ യജമാനൻ എന്നോട് പെരുമാറുന്നത് കണ്ട് ഒരു ദിനം ഔറംഗസീബ് രാജാവിനോട് തൻ്റെ അടിമ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരിൽ അത്യുന്നതനായ സൂഫിയാണ് ഔറംഗസീബ്. അദ്ദേഹം അതാ ഉടനെ തന്നെ പറഞ്ഞ വാക്ക്, മോനെ, എനിക്ക് നിന്റെ പേരിൽ, നിന്റെ ഓമന പേരിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് എന്ന പേരാണ്. റസൂലുള്ളാഹിന്റെ പേര് വിളിക്കുന്നത് വലിയ ബറക്കത്തല്ലേ, എൻ്റെ നാവിനത് ഗുണമല്ലേ, അതുകൊണ്ടാണ് ഞാനത് വിളിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ എനിക്ക് ഒളു ഉണ്ടാവുകയില്ല, അപ്പോൾ നിന്റെ ഓമന പേര് ഞാൻ വിളിക്കുന്നതാണ്. തൻ്റെ അടിമക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടായിട്ട് ആ പേര് വിളിക്കാൻ റസൂലുള്ളയല്ല, ആ പേരിൻ്റെ ഉടമയുടെ പേര് വിളിക്കാൻ ഒളുവിനെ കാത്തു നിന്ന രാജാക്കന്മാർ. എത്ര വലിയ ബഹുമാനമാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഈ രാജാവ് 5000 സ്വലാത്ത് ചൊല്ലുന്ന വിവരം അങ്ങ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, നിനക്ക് എത്രയാണ് കടമുള്ളത്? എനിക്ക് 3000 കടമുണ്ട്. ഉടനെ തന്നെ തൻ്റെ സീക്രട്ട് ഖജാന തുറന്ന് മഹാനവറുകൾ 3000 കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ കടത്തിലേക്ക് കൊടുക്കണം. പിന്നെ 3000 എടുത്ത് ഇത് നിങ്ങൾ സ്വന്തം വെക്കണം. പിന്നെ 3000 എടുത്ത് ഇത് നിങ്ങൾ രണ്ടാമത് ബിസിനസ് തുടങ്ങണം. അങ്ങനെ 90000 സ്വർണ്ണ നാണയം കൊടുക്കുന്നു. ഇത് കൊടുത്ത് അദ്ദേഹം സന്തോഷത്തോടുകൂടെ തിരിച്ച് പിറ്റേ ദിവസം തൻ്റെ കടക്കാർ മുഴുവനും കോപിച്ചുകൊണ്ട് നിൽക്കുന്ന സദസ്സിലേക്ക് ഈ 3000വുമായി അങ്ങ് ചെല്ലുമ്പോൾ ജഡ്ജി ചോദിക്കുന്നു, നിങ്ങളുടെ കടം നിങ്ങൾ എങ്ങനെ വീട്ടും? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പണസഞ്ചിയുണ്ട്, സുറയുണ്ട്. എത്ര രൂപയുണ്ട് ഇതിൽ? 3000 രൂപയുണ്ട്. ഇന്നലെ വരെ 5 കാശില്ലാത്ത നിങ്ങൾക്ക് ഇന്ന് എവിടെ നീ കാശ് കിട്ടി? ചോദ്യമായി കോടതിയിൽ നിന്ന്. അദ്ദേഹം കാര്യം വിവരിക്കുകയില്ല, നിവൃത്തിയില്ല. കാര്യം മുഴുവൻ അങ്ങ് പറയുമ്പോൾ ജഡ്ജി അങ്ങ് കരഞ്ഞു പോകുന്നു. അള്ളാന്റെ റസൂല് കടം വീട്ടിയതായ നിങ്ങളുടെ കടം ഞാൻ വീട്ടുന്നതാണ്. നിങ്ങൾ കൊണ്ടുവന്ന പൈസ കൊടുക്കരുത്, എൻ്റെ കാശെടുത്ത് ഞാൻ കൊടുക്കുമെന്ന് ജഡ്ജി കോടതിയിൽ നിന്ന് പറയുന്നു. ഉടനെ തന്നെ കടക്കാർ മുഴുവനും പറയുന്നു, അള്ളാന്റെ റസൂൽ അറിഞ്ഞ കടം, റസൂലുള്ള അറിഞ്ഞ കടം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ മുഴുവനും പൊരുത്തപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, വിഷമങ്ങൾ മുഴുവനും മദീനയിലേക്ക് പറയൂ. റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ നമ്മളെ കാത്തു കിടക്കുന്നു. അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈഫി ഹല്ല മഅൽ അശ്ബാലി ഫി അജമി. അവിടുത്തെ ഉമ്മത്തിനെ അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന രൂപം ഇമാം ബൂസീരി ഉദ്ധരിക്കുന്നു. ഒരു സിംഹം, പ്രസവിച്ച സിംഹം, ഒരു കോഴിക്ക് ഒരാളെ നേരെ ചാടാൻ ധൈര്യമില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ കൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നല്ല ഒരു വലിയ സാധനത്തെ കണ്ടാലും അതിൻ്റെ നേരെ അത് കൊത്താൻ പോകുന്നു. കാരണം കൂടെ കുഞ്ഞുങ്ങളുണ്ടെന്നതാണ്. ഈ രൂപത്തിലാണ് കുട്ടികളെ നോക്കുന്ന അമ്മയുടെ സ്വഭാവം. അതുപോലെ തന്നെ കാട്ടുജീവിയാണല്ലോ, വന്യമൃഗങ്ങളുടെ രാജാവാണല്ലോ സിംഹം. ആ സിംഹം അത് തന്നെ വലിയ ദേഷ്യമുള്ള ജീവിയാണ്, വലിയ ധിക്കാരമുള്ള ജീവിയാണ്, ഒന്നും അങ്ങ് ചെയ്യാതെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ജീവിയാണ്. അതോടുകൂടെ അൽഹംദുലില്ലാ നമ്മുടെ സ്വലാത്ത് 1 കോടി തികഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂലാക്കുമാറട്ടെ. ബുറുദയുടെ ശേഷം നമുക്കിത് തവസ്സുലായി ദുആ ചെയ്യണം, ഉത്തരം കിട്ടും സഹോദരന്മാരെ. അല്ലാഹുവിൻ്റെ റസൂൽ മദീനയിൽ അവിടുത്തെ ഉമ്മത്തിനെ നോക്കി നിൽക്കുന്നു.
ഒരു സിംഹം തൻ്റെ കുഞ്ഞുങ്ങളുമായി നടക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ ആരെങ്കിലും അങ്ങ് ചെന്നാൽ പിന്നെ അവൻ്റെ ജീവൻ ഉണ്ടാവുകയില്ല. ഈ രൂപത്തിലാണ് അഹല്ല ഉമ്മതഹു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ റസൂൽ നിർത്തിയിട്ടുള്ളത്. അവിടുത്തെ സംരക്ഷണത്തിൽ നിർത്തിയ രൂപം എങ്ങനെയാണെന്നോ, കല്ലൈസി ഒരു സിംഹം പോലെയാണ്. കുട്ടികളോടുകൂടെ ഒരു ഗുഹയിൽ ഒരു സിംഹം എങ്ങനെയാണ് ഉള്ളത് എന്ന പോലെ ഉമ്മത്തിന് സംരക്ഷണമായി നാനാഭാഗത്തുമുള്ള ഉമ്മത്തിന്റെ രോധനകൾ റസൂലുള്ള കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് നബി വേണ്ട. അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടപ്പെടാത്തവരില്ല. എത്ര സാലിഹീങ്ങളാണ് സ്വഹാബികൾ മുഴുവനും ഈ സ്വഭാവക്കാരാണ്. നിങ്ങൾക്കറിയുമോ, ബദർ യുദ്ധം നടക്കുകയാണ്. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെ കൂട്ടത്തിൽ അതാ പാവപ്പെട്ടൊരു സ്വഹാബിയാണ്. ഔലിയാക്കൾ മുഴുവനും ഒരുമിച്ചാലും ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല. എന്തേ? നബിതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാരണം സ്വഹാബികൾ മുഴുവനും സ്വർഗത്തിലാണ്. മഹാനായ സവാദ് തങ്ങൾ അതാ ബദർ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ള അണി നിർത്തിയപ്പോൾ സവാദ് തങ്ങളുടെ ശരീരത്തിൽ ഷർട്ടില്ല. സ്വഹാബിമാരിൽ പലരും ദാരിദ്ര്യം നിറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഷർട്ടിടാൻ പോലും കഴിയാതെയാണ് യുദ്ധത്തിലുള്ളത്. യുദ്ധത്തിൽ ഇങ്ങനെ സൊഫ് കെട്ടി നിൽക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആ സൊഫിനൊരു വളവ് കണ്ടു സവാദ് തങ്ങളുടെ ഭാഗത്ത്. ഞാൻ നിർത്തുന്നു. ആ വളവ് കണ്ട ഭാഗത്ത് റസൂലുള്ളാഹി തങ്ങളുടെ വടി കൊണ്ട് ചെന്നിട്ട് ഒരു അടി കൊടുത്തു. സവാദ് തങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. സവാദ് ഇസ്തവിയ സവാദ്, നേരെ നിൽക്ക് സവാദേ എന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു. വേദനയാകുന്ന അടിയൊന്നും അല്ല. ഉടനെ തന്നെ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എനിക്ക് വേദനയായിട്ടുണ്ട്, എൻ്റെ വയറ് വേദനിച്ചിട്ടുണ്ട്, ഞാൻ പൊരുത്തപ്പെടൂല നബിയെ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ഒരാളെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷ ആഖിറത്തിലേക്ക് ബന്ധിച്ചാൽ പൊരുത്തപ്പെടാതെ പോയാലുള്ള മുസീബത്ത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സ്വഹാബിയുടെ വയറിൽ ഒരു വടി തട്ടി സവാദ് റളിയല്ലാഹു അൻഹു ഞാൻ പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ച് റസൂലുള്ളാഹി പൊരുത്തപ്പെടിക്കാൻ വേണ്ടി നോക്കിയത് നമ്മൾ പഠിക്കണം സഹോദരന്മാർ. എത്ര ആളുകളെയാണ് നമ്മൾ വേദനയാക്കുന്നത്? നാവ് കൊണ്ടും കൈ കൊണ്ടും എല്ലാ നിലക്കും നമ്മൾ വേദനയാക്കുന്ന നാം പൊരുത്തപ്പെടിക്കാറില്ല. ഇത് വലിയ മുസീബത്താണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന, സവാദേ ഞാൻ എന്ത് വേണം നബിയെ? എനിക്ക് തങ്ങളുടെ വയറിൽ തിരിച്ചു കുത്തണം നബിയെ. സവാദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയുന്നു, കുത്താം. എന്നാൽ കുത്തിക്കോ സവാദേ, എങ്കിൽ നബിയെ കോലിംഗ് താരുമൂത്തെ ഇണ്ടിടയി നബി താൻ. നബിയെ ആ കോലിംഗ് തരണം. അത് നബി തങ്ങളങ്ങ് കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയെ ഞാൻ നഗ്ന എൻ്റെ ശരീരത്തിലാണ് തങ്ങൾ കുത്തിയത്. തങ്ങളുടെ ശരീരത്തിൽ ഖമീസുണ്ട്, അത് പൊക്കണം നബിയേ. നൈനാറു നബി തോഹ ഖമീസൈ കേറ്റി നബിന്ദു സവാദേ വന്നടുത്തോ തീറ്റി. സവാദേ വന്നോ, അവിടുത്തെ ഖമീസ് കയറ്റിക്കൊണ്ട് പറയുന്നു, സവാദേ വന്നോ കുത്തിക്കോ. അയിനാൽ തിരുബാത്തനെ നിലർത്ത് നോക്കി സവാദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ വഹറിലേക്ക് നോക്കിക്കൊണ്ട് കരയുകയാണ്. കൈനലിയതമാക്കി കിതുഹും ചാട്ടി കതിരോൻ മശങ്കും മെയ് പിടിത്ത് പൂട്ടി. കയ്യിലുണ്ടായിരുന്ന വടിയങ്ങ് വലിച്ചെറിയുന്നു. കതിരോൻ മശങ്കിപ്പോകുന്ന, സൂര്യന് വരെ ലൈറ്റ് പോകുന്നതായ മങ്ങിപ്പോകുന്ന പ്രകാശമുള്ള റസൂലുള്ളാഹിന്റെ വയറിന് ശരീരത്തെ പിടിത്ത് പൂട്ടി. അരിപൂ അലർന്ന് തേനളുതും പോലെ അളുതും മണത്തും പൊയ്യൊഴിയേ ഹാല്. അരിപൂവിൽ നിന്ന് അലർന്റെ ചിത്രശലഭം, അതാ അരിപ്പൂവിൽ നിന്ന് തേനെങ്ങനെയാണ് കുടിക്കുന്നത്, ഇതേപോലെ അല്പം കുടിക്കും പൊങ്ങും, അല്പം കുടിക്കും പൊങ്ങും, ചുംബിക്കും തലയെടുക്കും, ചുംബിക്കും തലയെടുക്കും, ചുംബിക്കും തലയെടുക്കും. ഇങ്ങനെ ബഹുമാനപ്പെട്ട സവാദ് തങ്ങൾ അരിപൂ അലർന്റെ തേനളുതും പോലെ അളുതും മണത്തും പൊയ്യൊഴിയേ ഹാല്. മിരളി സവാദിന്റെ മുറാദൈ തീർത്തേ മിസ്ക കടലിന്ന് തലവാലിത്തേ.
പരിസരം മറന്ന് വിരളി പിടിച്ച സവാദിന്റെ ആഗ്രഹം തീർത്തു. മിസ്കിന്റെ കടലായ റസൂലുള്ളാന്റെ ശരീരത്തിൽ നിന്ന് തന്റെ തല വലിച്ചുകൊണ്ട് സവാദ് തങ്ങൾ പറഞ്ഞ വാക്ക് ഇമാം ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്നു, നബിയേ ഞാൻ തങ്ങളെ വിഷമിപ്പിച്ചോ നബിയേ, ഇവൻ ഒന്നും പിടുത്തമില്ലാത്തവനാണ്, കയ്യിലമലില്ലാത്തവനാണ്, ശത്രുക്കളാണല്ലോ നബി തങ്ങളെ ഈ നിൽക്കുന്നത്, ഒരു പക്ഷേ സവാദ് കൊല്ലപ്പെട്ടേക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ മനസ്സകത്ത് കാലങ്ങളായി സൂക്ഷിച്ചു വെച്ചൊരാഗ്രഹമാണ്. എൻ്റെ അയ്യകൂന ആഖിറു അഹ്ദീ മിനദ്ദുനിയാ അയ്യമസ്സ ജിൽദീ ബിജിൽദിക യാ റസൂലല്ലാഹ്. നബിയേ എൻ്റെ വലിയ ആഗ്രഹമാണ് നബിയേ, എൻ്റെ അവസാനത്തെ ഈ ദുനിയാവിന്ന് പിരിയുമ്പോഴുള്ള എൻ്റെ അവസാനത്തെ പ്രവർത്തനം എൻ്റെ ശരീരം തങ്ങളുടെ ശരീരവുമായി തട്ടിക്കൊണ്ട് മരിക്കണമെന്ന ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു നബിയേ. അതിനുള്ള വഴികൾ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നബിയെ തങ്ങൾ വന്നെൻ്റെ വയറിൽ കുത്തുന്നത്. ഉടനെ സബബ് ഞാൻ പിടിച്ച് കയറി, അതുകൊണ്ടത് പിടിച്ചു കയറിയതാണ്. എനിക്ക് മാപ്പ് തരണം നബിയേ. അള്ളാഹുവിൻ്റെ റസൂലിനോട് സങ്കടം പറയാത്തവരില്ല, വിഷമം പറയാത്തവരില്ല. എത്ര സംഭവങ്ങളാണ്. റസൂലുള്ള കാശ് കൊണ്ടുവന്ന് കൊടുത്തവർ, റസൂലുള്ള തടകി കൊടുത്തവർ, റസൂലുള്ള ശിഫ പറഞ്ഞു കൊടുത്തവർ വഫാത്തിൻ്റെ ശേഷമാണ് ഞാൻ പറയുന്നത്. ജീവിതകാലത്ത് എത്രയോ ഉണ്ടായിട്ടുണ്ട്. 30,000 മുഅ്ജിസത്തുകൾ മഹാനായ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് മഹാനായ ശിഹാബുദ്ദീനിൽ ഖൽയൂബി തൻ്റെ ഹാഷിയത്തുൽ മഹല്ലിയിൽ പറയുന്നു. ഞാൻ പറയുന്നതൊക്കെ വഫാത്തിന്റെ ശേഷമുണ്ടായതാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ, ചരിത്രത്തിലേക്കൊന്നും കൂടുതൽ കടക്കാൻ ടൈമിൽ നമുക്ക് ബുർദയല്ലാണ്ട്, മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ 30-ലേറെ പ്രാവശ്യം പേര് പറയപ്പെട്ടവരാണ്. സഹീഹ് മുസ്ലിമിൽ 30-ലേറെ പ്രാവശ്യം പേര് പറയപ്പെട്ടവരാണ്. അഥവാ 30ഓളം ഹദീസുകളിൽ തൻ്റെ പേരുണ്ട്. ആ വലിയ പണ്ഡിതൻ വലിയൊരു കടത്തിൽപ്പെട്ടു. 80,000 ദീനാർ കടക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? സങ്കടത്തോടു കൂടെ പറഞ്ഞു, ഇത്തിഗദൻ, നാളെ വാ എന്ന് പറഞ്ഞു. നാളെ എന്ത് ചെയ്യും? മുഹമ്മദിൻ മുൻകദിർ തങ്ങളുടെ മകൻ പറയുന്നു, ഉപ്പാ ഇത് പറഞ്ഞുകൊണ്ട് നീങ്ങുന്നത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്കാണ്, ഖബറിന്റെ അരികിലേക്കാണ്, ഖബർ ഷരീഫിന്റെ അരികിലേക്കാണ്. ലതീബ യഅദിലു തുർ ബല്ലമ്മ അഅളുമഹു തുബാലി മുന്തശിഖിൻ മിൻഹു വമുൽതസിമി. റസൂലുള്ളാഹിന്റെ ശരീരം തട്ടി നിൽക്കുന്ന ആ സ്ഥലം, അതിനോട് തുല്യമായ സ്ഥലമില്ല. അർശിനേക്കാൾ, കുർസിയിനേക്കാൾ, ലൗഹിനേക്കാൾ, കലമിനേക്കാൾ, കഅബാലയത്തേക്കാൾ, ലോകത്ത് എല്ലാത്തിനേക്കാളും മഹത്തായ സ്ഥലമേതാണ്? ഇബ്നു ഹജറിൽ ഹൈതമി ഹാശിയത്തുൽ ഇളാഹിൽ പറയുന്നു, ഖളിയാദ് തങ്ങൾ ശിഫയിൽ പറയുന്നു, ബിൽ ഇജ്മാഅ്, രണ്ടഭിപ്രായമില്ല മുസ്ലിം ഉമ്മത്തിന് റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ലോകത്ത് ഏറ്റവും മഹത്തായ സ്ഥലം. തുബാലി മുന്തശിഖിൻ മിൻഹു വമുൽതസിമി. അതിനൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അവനാണ് വിജയമെന്ന് ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് നീങ്ങുന്നു. കടം പറയാൻ, കടത്തിന്റെ കാര്യം പറയാൻ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ആളുകളൊക്കെ മദീന പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുൻകദിർ എന്ന വലിയ പണ്ഡിതൻ അതാ റസൂലുള്ളാഹിന്റെ ഹുജറത്തു ഷരീഫ ഖബർ നിൽക്കുന്നതായ ആ റൂം, അതിൻ്റെ അരികിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ്, ദൈനി യാ റസൂലല്ലാഹ്, എൻ്റെ കടം നബിയേ, എൻ്റെ കടം നബിയേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുറേ അവിടെ നിൽക്കും. ആ ഹുജറയെ തൊട്ട് മുത്തിക്കൊണ്ട് നിൽക്കും. വീണ്ടും തിരിച്ചു വന്ന് അതാ ഇപ്പുറമുള്ള മിമ്പറിൽ റസൂലുള്ളാഹി യൽതജിഉ ബിൽ മിമ്പരി ശരീഫി മറ, ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹിന്റെ മിമ്പർ ഷരീഫിൽ വന്ന് അവിടെ വന്ന് കവിളുരതി, അവിടെ വന്ന് ഉരതിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ കടം. ജീവനില്ലാത്ത മിമ്പർ അല്ല, അത്രയും ജീവനില്ല മുമ്പറില്ല. റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിയ സാധനം, ജിബ്രീലിന്റെ കാലടി തട്ടിയ മണ്ണിനിക്ക് ജീവന്റെ അടയാളമുണ്ടെന്ന് അയിമ്മത്ത് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിയ
ചെറിയ സാധനങ്ങൾക്ക് അതാ അറിവുണ്ട്, അതിന് കേൾക്കാൻ കഴിയും, അതിന് കാണാൻ കഴിയും. സഹീഹിന്റെ ഹദീസിൽ തന്നെ കാണാം, മിമ്പർ കരയുന്നു. ലഹു അനീനും അനീനി സ്വബീ, ഒരു കുട്ടി കരയും പോലെ റസൂലുള്ളാഹിന്റെ കാല് വെച്ച മിമ്പർ കരഞ്ഞിട്ടുണ്ട്. അത് കരയുന്നുണ്ടെന്ന് നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞതല്ല, അത് മതിയാകാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വഹാബിയുടെ കാത് കൊണ്ട് കേട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പറിൽ വന്ന് ആ മിമ്പറിനോട് സങ്കടം പറയുന്നു ഇമാം മുഹമ്മദ് ഇബ്നു മുൻകദിർ. അങ്ങനെ സുബഹിയോട് അടുക്കുന്നത് വരെ കരഞ്ഞു നടക്കുന്നു. ദൈനിയ റസൂലല്ലാഹ്, എൻ്റെ കടം നബിയെ, എൻ്റെ കടൻ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും നടന്ന് അതാ സുബഹിയോടടുക്കുമ്പോൾ ഫിസ്സവാദ്, ഇരുളത്തതാ ഒരു ശബ്ദം, ഇരുളത്തതാ ഒരു ശബഹ്, ഒരു രൂപം അതാ കാണുന്നു. വ്യക്തമായി ആളത്തിരിയുന്നില്ല, ഒരു ശബ്ദവും കേൾക്കുന്നു. ദൂനക്കഹാ, പിടിച്ചോ യാ മുഹമ്മദ്, മുഹമ്മദേ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് എന്തോ നീട്ടിത്തരുന്നു. ഞാൻ എൻ്റെ കൈ കൊണ്ടത് വാങ്ങുമ്പോൾ ഒരു പണസഞ്ചിയാണ്. ഫിഹാ സമാനൂന ദീനാറാ, 80 ദീനാറാണ് എനിക്ക് കടമുള്ളത്. അത് മുഴുവനും അതിലുണ്ടെന്ന് മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങൾ പറയുന്നു. ഏത് സങ്കടത്തിനും റസൂലുള്ളാഹി തങ്ങൾ പരിഹാരമാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് അയിമ്മത്ത് അവിടെ കിതാബുകളിൽ ഉദ്ധരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ നമ്മൾ ഒറ്റപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഏറ്റെടുത്താൽ ആര് തള്ളിയാലും നമുക്ക് വിജയമാണ്. റസൂലുള്ളാഹി തങ്ങളോട് ബന്ധപ്പെടുന്ന പ്രകൃതി നമുക്ക് വേണം. അവിടുത്തെ മാദിഹീങ്ങളായി നാം മാറണം. അദാറവാതീബ അഅ്മാലി ഔറാദി കസീറൻ തറക്തുഹാ ലിവിർദി ലിശുഗ്ലി ബിവിർദിൽ മദ്ഹി ഫി ശാഫിഇൽ ഹശ്രി. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അതാ ഇമാം മുഹമ്മദ് ഇബ്നു അബീ ബക്കർ അർ-റഷീദിൽ വാഇദിൽ ബഗ്ദാദി അൽ-വിത്രി തങ്ങളുടെ വിത്രിയ എന്ന കവിതയ്ക്ക് പൂർത്തീകരണം കൊടുത്തുകൊണ്ട് താൻ എഴുതുന്ന വരികളിൽ കാണാം, റവാതീബ ഔറാദി, ഞാനൊരു ഖാദിരി ത്വരീഖത്തുകാരനാണ്, മറ്റു ത്വരീഖത്തുകളൊക്കെ എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ ദിക്റുകൾ കസീറൻ തറക്തുഹാ, അത് ഇന്ന് അധികവും ഞാൻ ചെല്ലാറില്ല, അത് മുഴുവനും ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. അല്ല, അതിന് അധിക ഭാഗവും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. എന്തേ? ലിശുഗ്ലി ബിവിർദിൽ മദ്ഹി ഫി ശാഫിഇൽ ഹശ്രി, റസൂലുള്ളാഹിന്റെ മദ്ഹുമായി ഞാൻ ജോലിയാകുന്നു. അതാണ് ഏറ്റവും നല്ല കുറുക്കു വഴി. അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പറയുക, അത് തള്ളപ്പെടുകയില്ല. അല്ലാഹുവിൻ്റെ റസൂലിനോട് അഭയം തേടാത്ത, നബിയുടെ മദ്ഹ് പറയാത്ത പ്രവാചകന്മാരില്ല, ഔലിയാക്കളില്ല, സ്വാലിഹീങ്ങളില്ല. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ അനുസ്മരണം കൂടെയാണല്ലോ ഈ പരിപാടി. ജീലാനി തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്. ഇമാം അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ അഫീ തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ കഴിഞ്ഞാൽ അതാ ജീലാനി തങ്ങളാണ് ഏറ്റവും ഉയർന്ന വലിയ. ആ സ്ഥാനത്തേക്ക് എത്തിയ ഔലിയാക്കളില്ല. തൻ്റെ ഖുലാസത്തുൽ മഫാഖിറിൽ പറയുന്നു. ഫുയൂലാത്ത് റബ്ബാനിയിൽ ഇത് കാണാം, പല കിതാബുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ വലിയ മഹത്വമുള്ള മഹാൻ റസൂലുള്ളാഹിന്റെ അരികിലെത്തുന്നു മദീനയിൽ. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ് ജീലാനി തങ്ങൾ. 49 മക്കളുണ്ട്, 22 പെൺകുട്ടികൾ, 27 ആൺകുട്ടികളും. എല്ലാവരും ഔലിയാക്കളും അഖ്താബുകളുമാണ്, സ്ത്രീകളും പുരുഷന്മാരും. ഇങ്ങനൊരു വലിയ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. മഹാനായ ജീലാനി തങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകിയവരാണ്, മുമ്പേ പറഞ്ഞവരാണ്. എത്രയോ സഹാബികളെ പറ്റിയും അയിമ്മത്തിനെ പറ്റിയും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാരെ പറ്റിയും നല്ലവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ലൗ കാനൽ ഇൽമു ഫി സുറയ്യ ലവജദഹു റിജാലും മിൻ ഫാരിസ്. അല്ലാഹുവിൻ്റെ ആത്മീയമായ അറിവ്, മഅരിഫത്തിന്റെ അറിവ്, അത് കാർത്തിക നക്ഷത്രത്തെ പോലെ അങ്ങ് അകലെയാണെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ മാത്രം അള്ളാഹു ഉയർത്തിയ ചില ഔലിയാക്കൾ ഫാർസിൽ നിന്ന് വരുന്നതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ജീലാനി തങ്ങളെ പോലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇമാം അബൂ ഹനീഫയല്ലാതെ പിന്നെ ഫാർസിൽ നിന്ന് വന്നതായി അയിമ്മത്ത് രേഖപ്പെടുത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ അത്രയും ഉയർന്നവരാണ്. റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന്
ഖാമ തുജാഹൽ ഖബരി ശരീഫ്, ഖബർ ഷരീഫിന്റെ നേരെ നിന്നുകൊണ്ട് അതാ കരയുന്നു ജീലാനി തങ്ങൾ. ദുനുബി കമൗജിൽ ബഹരി ബൽ ഹിയ അക്സറു കമിഥിലിൽ ജിബാലി ശുമ്മി ബൽ ഹിയ അക്ബറു വലാകിന്നഹു ഇൻദൽ കരീമി ഇദാ അഫാ ജനഹും മിനൽ ബഅൂളി ബൽ ഹിയ അസ്ഗറു. അബ്ദുൽ ഖാദിർ ഇർബലി തങ്ങൾ തൻ്റെ തഫരീഹുൽ ഖാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, ജീലാനി തങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ നേരെ നിന്ന് ചൊല്ലുന്ന വരിയാണിത്. ദുനൂബി, എൻ്റെ തെറ്റുകൾ, കമൗജിൽ ബഹരി, കടലിന്റെ തിരമാലകൾക്ക് തുല്യമാണ്. ബൽഹിയ അക്സറു, അതല്ല അതിലേറെയുണ്ട് നബിയേ. കമിഥിലിൽ ജിബാലി ശുമ്മി, ഉയർന്ന പർവ്വതങ്ങളെ പോലെയാണ്. ബൽഹിയ അക്ബറു, എന്നല്ല അതിലേറെ വലിയതാണ് നബിയെ. വലാകിന്നഹു ഇൻദൽ വലാകിന്നഹാ ഇൻദൽ കരീമി ഇദാ അഫാ, പക്ഷേ നബി തങ്ങൾ അത് മാപ്പ് തന്നാൽ ജനാഹും മിനൽ ബഅൂളി, ഒരു കൊതകിന്റെ ദരകിന്റെ അത്രയാണ് എൻ്റെ തെറ്റ്. നബി തങ്ങൾ മാപ്പ് തന്നാൽ ബൽഹിയ അസ്ഗറു, എന്നല്ല അതിലേറെ ചെറുതാകുന്നതാണ് നബി തങ്ങൾ മാപ്പ് തന്നാൽ. നബിയോട് പൊറുക്കലിനെ തേടാൻ പാടില്ല, നബി തങ്ങളോട് സങ്കടം പറയാൻ പാടില്ല. അതൊക്കെ ശിർക്കും അതൊക്കെ കുഫറുമായി ചിത്രീകരിക്കുന്ന കാലമാണ്. സാലിഹീങ്ങളൊക്കെ റസൂലുള്ളാഹിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ജീലാനി തങ്ങളാണ് സങ്കടം പറയുന്നത് തൻ്റെ തെറ്റിൻ്റെ കാര്യം. തെറ്റ് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് തന്നെ സംബന്ധിച്ച് തനിക്കുള്ള വിശ്വാസം അങ്ങനെയാണ്, ഞാൻ റബ്ബിന് വഴിപ്പെടാത്തവനാണെന്നാണ്. ഇത് ജിബ്രീലിന് വരെയുള്ള സ്വഭാവമാണ്, അമ്പിയാക്കൾക്കുള്ള സ്വഭാവമാണ്. ഞാൻ മോശപ്പെട്ട എന്ന മനസ്സ് എത്ര നന്നാകുന്നോ അത്രയും താൻ മോശമെന്ന് മനസ്സിൽ വരണം, അല്ലാതിരുന്നാൽ കിബിറാണെന്നാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ട് റസൂലുള്ളാഹിനോട് തെറ്റ് പറഞ്ഞവരാണ്, തെറ്റുണ്ടെന്ന് പറഞ്ഞവരാണ് ജീലാനി തങ്ങൾ. ഇർതകബതു അലൽ ഖതാ വൈറ ഹസിരി വഅദദ് ലകാശികു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ബഹുമാനപ്പെട്ട മഖ്ദൂമങ്ങൾ പൊന്നാനിയിൽ നിന്ന് മുത്തുനബിയെ വിളിച്ച് കരഞ്ഞ വരികളാണ്. നബിയെ കുറ്റം ചെയ്തവനാണ് അഹ്മദ് സൈനുദ്ദീൻ, തങ്ങളോട് ഈ സങ്കടം പറയുന്നു നബിയേ. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയെ ലാ ഉബായിഉക, നബിയെ തങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹത്താ തഗ്ഫിറ ലീ മാ തഖദ്ദമ മിൻ ദംബി, എൻ്റെ കഴിഞ്ഞു പോയ മുഴുവനും തെറ്റും തങ്ങൾ എനിക്ക് പുറത്തു തരണം നബിയെ. ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹീഹായ ഹദീസ്, എൻ്റെ തെറ്റ് മുഴുവനും എനിക്ക് പുറത്തു തരണം നബിയെ, എന്നാൽ തങ്ങളെ കൈ ഞാൻ പിടിക്കാം. ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് പറഞ്ഞത് അഹ്മദ് നബൽ തങ്ങൾ തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അള്ളാഹിന്റെ റസൂലിനോട് തൗബ ചെയ്യാം, അള്ളാഹിന്റെ റസൂലിനോട് പൊറുക്കലിനെ തേടണം സഹോദരന്മാരെയും. ഏതൊരു അമല് ചെയ്യുമ്പോഴും റസൂലുള്ളാഹിനെക്കുള്ള മനസ്സ് കൊടുക്കണം. സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ്, അയിമ്മത്ത് മുഴുവനും അവരുടെ ഹദീസിന്റെ കിതാബുകൾ എന്നല്ല മറ്റു കിതാബുടെ ആദ്യത്തെ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്നിട്ട് റസൂൽ പറയുന്നു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരു ഹിജ്റ, ഒരു നന്മ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. നോക്ക് നിങ്ങൾ, ഏതൊരു നന്മ ചെയ്യുമ്പോഴും അല്ലാഹുവിനെ വിചാരിച്ചാൽ പോരാ, ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിന്റെ റസൂലിനെയും കൂടെ വിചാരിക്കാതിരുന്നാൽ അതിന് സ്ഥാനമില്ല. നിങ്ങൾ അമല് ചെയ്യൂ, അല്ലാഹ് പറയുന്നു, അല്ലാഹ് അത് കാണുന്നുണ്ട്, നിർത്തിയില്ല. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. നബി തങ്ങളോട് സങ്കടം പറയണം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ തെറ്റുകാരനാണെന്ന് ഒരു വട്ടമല്ല ജീലാനി തങ്ങൾ പറഞ്ഞത്, 40 ദിവസം അതേ നൃത്തം നിന്ന് കരയുന്നു. മദീനയിൽ ഇരിക്കാതെ നബി തങ്ങളെ നേരെ നിന്ന് ഞാൻ കുറ്റം ചെയ്തവനാണെന്ന് സങ്കടപ്പെട്ട് 40 ദിവസം ജീലാനി തങ്ങൾ നിൽക്കുന്നു. അല്ലാഹു ആ ഉയർന്ന സ്ഥാനം അവർക്ക് കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ജീലാനി തങ്ങളുടെ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾക്ക് ആയിരക്കണക്കിന് കറാമത്തുകളുണ്ട്. അവിടുത്തെ ബർക്കത്തിന് വേണ്ടി ഈ മാസം എന്ന നിലക്ക് നമ്മുടെ നോട്ടീസിൽ അത് കാണിച്ചത് കൊണ്ട് ഒരു സംഭവം മാത്രം പറയട്ടെ.
അല്ലാമ അബ്ദുൽ ഖാദിർ ഇർബലി പറയുന്നു, ഒരു അമുസ്ലിം സഹോദരൻ ജീലാനി ദിനം നടത്തുമായിരുന്നു. റബീഉൽ-ആഖിറിൽ വലിയ ഭക്ഷണ വിതരണമൊക്കെ നടത്തുമായിരുന്നു ജീലാനി തങ്ങളുടെ പേരിൽ. അയാൾ മരിച്ചു. മരിച്ചപ്പോൾ അയാളുടെ മതപ്രകാരം അയാള് കരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. കരിക്കാൻ വേണ്ടി വിറകുകളൊക്കെ വെച്ച് തീ കൊടുത്തു, പക്ഷേ കത്തിയില്ല. അവസാനം അയാളെ വെള്ളത്തിലൊഴുക്കി. ആ മയ്യത്ത്, ആ ബോഡി അങ്ങനെ ഒഴുകിപ്പോയി, എവിടെയോ പോയി. മാസങ്ങൾക്ക് ശേഷം ജീർണിക്കാതെ ഏതോ ഒരു നാട്ടിൽ ഒരു കടക്കരയിൽ അണയുന്നു. അണഞ്ഞതായ ആ മയ്യത്ത്, ആ ബോഡി ആ നാട്ടിലുള്ള അറിയപ്പെട്ട ഖാദിരി ത്വരീഖിന്റെ മശായിഖന്മാരരികിൽ ജീലാനി തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, എൻ്റെ ഒരു മുരീദിന്റെ ജഡമുണ്ട്, ഇന്ന കടക്കരയിൽ കിടക്കുന്നു. മുസമ്മം ബി സഅദില്ലാ ഇൻദ അഹ്ലില്ലാ. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അരികിൽ അവരുടെ പേര് സഅദുല്ല എന്നാണ്. ബാഹ്യത്തിൽ കാഫിറായിരുന്നു. മരിക്കുന്ന ടൈമിൽ മഹബത്ത്, ഔലിയാക്കളോട് മഹബത്തുണ്ടെങ്കിൽ ഈമാൻ കൊടുത്ത് മരിക്കുന്നതാണ്. മമ്പുറന്നങ്ങൾ അതാ ആ കൊടിഞ്ഞി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി മമ്പുറത്ത് നിന്നിറങ്ങി കൊടിഞ്ഞി വയലിൻ്റെ അരികിലെത്തുമ്പോൾ തോണി കൊണ്ട് മാത്രം അക്കരം കടക്കാൻ കഴിയുന്ന വർഷക്കാലത്ത് പാതിരാവിൽ തോണിയില്ലാതെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ അപ്പോൾ തന്നെ അവിടെയുള്ളൊരു കോരു എന്ന് പറയുന്ന മുസ്ലിം സഹോദരൻ വന്ന് എൻ്റെ തോളിൽ തമ്പുരാൻ ഇരിക്കണം, ഞാൻ അപ്പുറം കൊണ്ടുവച്ച് തരാമെന്ന് പറഞ്ഞു. തങ്ങൾ അതാ തോളിൽ കയറിയിരുന്നു. മഹാനവറുകളെ അക്കരെ കടത്തിയപ്പോൾ മമ്പുറന്തങ്ങൾ പറയുന്നു, നിന്നെ ഞാനും അക്കരെ കടത്തുന്നതാണ്. കോരു കാലങ്ങൾ കഴിഞ്ഞ് മരിക്കുന്ന ടൈമിൽ കോരു അതാ തൻ്റെ മകനോട് പറയുന്നു, മമ്പുറത്തെ തമ്പുരാനോട് എനിക്ക് സുഖമില്ല എന്ന് പറയണം. മമ്പുറത്തെ തങ്ങൾ അങ്ങനെയൊന്നും പോകാറില്ല. ആ വീട്ടിലേക്ക് മമ്പുറം തങ്ങൾ ചെന്ന് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നു. ഷഹാദത്ത് ചൊല്ലിക്കോരു മരിച്ചു പോകുന്നു. ഔലിയാക്കളെ പൊരുത്തമുണ്ടെങ്കിൽ അവസാനം ഈമാനോടെ മരിക്കാം. അവരുടെ വെറുപ്പുണ്ടെങ്കിൽ ഏത് കൊമ്പനും കാഫറായി ചാകുന്നതാണ്. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കുമാതെന്നോവർ. ഔലിയാക്കളെ ആക്ഷേപിച്ചാൽ ഈമാൻ തെറ്റ് ചത്തുപോകുന്നതാണ്. മഖ്ദൂം തങ്ങൾ പള്ളിപ്പണി കഴിഞ്ഞ് അവിടുത്തെ പള്ളിയുടെ മൂത്താശ്ശേരി അതാ പള്ളിയുടെ മുകളിൽ കയറി കഅബാലയം കാണാൻ വേണ്ടി മഖ്ദൂം തങ്ങൾ പറയുമ്പോൾ മുകളിൽ കയറി കഅബാലയം കാണുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്ന ഉദിക്കുന്ന നാടായ സൗദി അറേബ്യ ഒരിക്കലും നമ്മളെ നാടിന്ന് കാണാൻ സാധ്യതയില്ല. കാരണം ക്ലോബാകൃതിയിലായതുകൊണ്ടല്ലേ 2.5 മണിക്കൂറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് അടിയിൽ നിൽക്കുന്ന കഅബാലയത്തെ ഒരിക്കലും നമ്മുടെ നാടിൽ നിന്ന് സാധാ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. മഖ്ദൂമിന്റെ കറാമത്ത് കൊണ്ട് ഈ പള്ളിപ്പണി ആത്മാർത്ഥതയോടുകൂടെ ചെയ്തു തന്ന ഈ ആശാരിയെ മുസ്ലിമായി മരിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ ഒന്ന് കയറി കഅബ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ ആശാരി കയറിയപ്പോൾ മഖ്ദൂമിന്റെ കറാമത്ത് കൊണ്ട് കഅബാലയം തൻ്റെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്നു. ഉടനെ തന്നെ തലകറങ്ങി അതാ ആ വലിയ പള്ളിയുടെ മുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂമിന്റെ കറാമത്ത് കൊണ്ട് തന്നെ ഈമാനോടെ മരിക്കാൻ വിധിയുണ്ടായതുകൊണ്ട് അദ്ദേഹം വീണുപോകുന്നു. പള്ളിയിലേക്ക് വീണതായ ആശാരി എനിക്ക് കലിമ ചൊല്ലിത്തരൂ എന്ന് പറയുമ്പോൾ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നു. മുഅ്മിനായി മരിക്കുന്ന ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. അല്ലാഹു സ്വീകരിച്ചാൽ മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവന് പിന്നെ നരകത്തിൽ കടക്കുകയില്ല, അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി. മുസമ്മം ബി സഅദില്ലാ ഇൻദ അഹ്ലില്ലാ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളരികിൽ സഅദുല്ല എന്നാണ് ഈ ബ്രാഹ്മണനായി പരസ്യത്തിലുണ്ടായിരുന്ന ആ സഹോദരൻ്റെ പേരൊന്ന് ജീലാനി തങ്ങൾ പറയുന്നു. സഹോദരന്മാരെ, ഔലിയാക്കളോട് ബന്ധപ്പെടുക, മഹാന്മാരോട് ബന്ധപ്പെടുക, സ്വാലിഹീങ്ങളോട് ബന്ധപ്പെടുക. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ
വലിയവരുടെ നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ കയ്യിൽ ഇന്ത്യ രാജ്യം ഏൽപ്പിച്ചത് ജീലാനി തങ്ങളാണ്. ജീലാനി തങ്ങളോട് പറയുന്നു, എനിക്ക് ഇറാഖിനെ നിങ്ങൾ തരണം ഖാജാ തങ്ങൾ. ഇതാ ഇറാഖിനെ ഞാൻ ശിഹാബുദ്ദീൻ സുഹ്റവർദി തങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആഴത്തേത്തുലക്കൽ ഹിന്ദ്, നിങ്ങൾക്ക് ഞാൻ ഇന്ത്യ തന്നിരിക്കുന്നു. നിങ്ങൾ ഇന്ത്യയിൽ പോയി അതിൻ്റെ ആത്മീയ ഭരണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് ഖാജാ തങ്ങളെ വിട്ട് അള്ളാന്റെ റസൂലിൻ്റെ അരികിൽ വന്ന് നബി തങ്ങളുടെ ആശീർവാദ പ്രകാരം ഇന്ത്യയിലേക്ക് ഖാജാ തങ്ങൾ വരുന്നു. അവരുടെ ഖലീഫമാരാണ് കോഴിക്കോട്ടുള്ള മഹാന്മാരായ ഖാദിമാര്, അതുപോലുള്ള മഹാന്മാര്, എത്രയോ വലിയ മഹാന്മാര്. അബൂബക്കർ ശാലിയാത്തി ഇമാം മഹല്ലി തങ്ങളുടെ ശിഷ്യനാണ്. അവരുടെ ഉപ്പ ബഹുമാനപ്പെട്ട റമളാൻ ശാലിയാത്തി, അവരൊക്കെ വലിയ മഹാന്മാരാണ്. അവരുടെ മകൻ അഹമ്മദ് ഖാലി തങ്ങള്, ഖാലി മുഹമ്മദ് തങ്ങളുടെ മഖ്ബറയുടെ അരികിലല്ലേ. അവരൊക്കെ ഖാദിരി ത്വരീഖിന്റെ മശായിഖാണ്. ഖാദിരി ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് നീണ്ട വലിയ 2 ഗ്രന്ഥങ്ങൾ ഖാലി മുഹമ്മദ് തങ്ങൾ രചിച്ചിട്ടുണ്ട്. അറബിയിൽ വലിയൊരു കവിത എഴുതി അതിൻ്റെ ഓരോ വരികൾക്കും പരിഭാഷ എഴുതിയതാണ് മുഹീദ്ദീൻ മാല. നമ്മൾ മനസ്സിലാക്കണം, അവർ ചൊന്ന ബൈത്തിന്നും ബഹ്ജാ കിതാബിന്നും അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ. ജീലാനി തങ്ങൾ ചൊല്ലിയ ബൈത്തിൽ നിന്നും, അതുപോലെ തന്നെ ഇമാം അലി ശത്നൂഫിൽ മിസ്രി അൽ അസ്ഹരി രചിച്ചതായിരിക്കുന്ന ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിന്നും, അബ്ദുല്ലാഹിൽ അഫീ തങ്ങൾ രചിച്ച ലോകപ്രസിദ്ധ ജീലാനി തങ്ങളുടെ ഇത്രയും വലിയ കറാമത്തുള്ള ഗ്രന്ഥമില്ല. അത്തക്മില എന്ന തക്മിലത്തുൽ ആഫി എന്ന കിതാബിൽ നിന്നുമാണ് ഈ മാല ഞാൻ എടുത്തെന്ന് ഖാലി മുഹമ്മദ് തങ്ങൾ പറഞ്ഞു. മാലകൾ മുഴുവനും ആധികാരികമാണ്. റിഫാഴി മാലയുടെ തുടക്കത്തിൽ കാണാം, അവർ ചൊന്ന ബൈത്തിന്നും തംബീഹ് തന്നിന്നും അങ്ങീനെ സിറുൽ മാകിനൂനിൽ കണ്ടോവർ. റിഫാഴി തങ്ങൾ ചൊല്ലിയ ബൈത്തിൽ നിന്നും, തംബീഹ് എന്ന കിതാബിൽ നിന്നും, സിറുൽ മക്നൂൻ എന്ന കിതാബിൽ നിന്നുമാണ് റിഫാഴി മാല എടുത്തത്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ സാലിഹീങ്ങൾ രചിച്ച മാലകളും മൗലിദുകളും മുഴുവനും ആധികാരികമാണ്. അവരൊക്കെ സാലിഹീങ്ങളായിരുന്നു. അവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിച്ചവരായിരുന്നു. അതിനുള്ള മാർഗമായി അവരെടുത്തത് സാലിഹീങ്ങളുടെ മദ്ഹ് പറയലാണ്. ബഹുമാനപ്പെട്ട ഖാലി റമളാൻ ശാലിയാത്തിയുടെ മകൻ, ഖാലി അബൂബക്കർ ശാലിയാത്തിയുടെ മകൻ അഹ്മദുൽ ഖാലി കദൽ വലിയോ അഹ്മദു ഇബ്നല്ലഹുൽ മുഅയ്യദു ഖബറൻ ബിനുത്ഖി യുഹ്മദു ബിമഹ്ബി സൗതിൻ മുൻജലി. ബഹുമാനപ്പെട്ട അബൂബക്കർ ഖാദി മുഹീദ്ദീനിൽ കാലിക്കൂത്തി എന്ന ലോകപ്രസിദ്ധ പണ്ഡിതനായ മഹാപണ്ഡിതന്റെ മകനായ അബൂബക്കർ കാലിക്കൂത്തി തങ്ങൾ അവിടുത്തെ മസാബിഹി ദുർരിയ ബി ശർഹി ഖസീദത്തുൽ വിത്രിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കദൽ വലി അഹ്മദു, മൂന്നാമത്തെ ഖാലിയായ അഹ്മദ് തങ്ങൾ ഇബ്നല്ലഹുൽ മുഅയ്യദു, ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളുടെ മകനാണ്. ഖബറൻ ബിനുത്ഖി യുഹ്മദു. അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഖബറിന്ന് സംസാരിച്ചവരല്ലേ. ബിമഹ്ബി സൗതിൻ മുൻജലി, അവിടുത്തെ മറവ് ചെയ്യപ്പെട്ട് ഖബറിലങ്ങ് മറവ് ചെയ്യപ്പെട്ട് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് കൊണ്ട് തൽഖീൻ ചൊല്ലി കൊടുക്കാൻ വേണ്ടി പള്ളിയിലെ മൊല്ലാക്കടുത്തിരുന്നു കൊണ്ട് യാ അബ്ദല്ലാഹ് ഇബ്ന അമത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാരെ അവിടുന്ന് പറയുന്നു, നീ എനിക്ക് ചൊല്ലിത്തരണ്ട, എനിക്കത് ശരിക്കും ഓർമ്മയുണ്ട് കേട്ടോ. ചൊല്ലിക്കൊടുന്ന വ്യക്തികൾ സുന്നത്തെടുക്കാൻ വേണ്ടി മാത്രമേ ചൊല്ലിക്കൊടുക്കാവൂ. വലിയ ഔലിയാക്കൾക്കൊക്കെ തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ട്. ചെല്ലരുതെന്ന് ഔലിയാക്കൾ പറയുകയില്ല, അത് സുന്നത്താണ്. അള്ളാന്റെ റസൂൽ കൽപ്പിച്ച സംഭവമാണ്. ഇമാം ത്വബറാനി തന്റെ മുഅ്ജമുൽ കബീറിലും ഔസത്തിലും സഗീറിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് സുന്നത്താണെന്നതിൽ ഷാഫി മദ്ഹബിൽ രണ്ടഭിപ്രായമില്ല. യുസന്നു തൽഖീൻ സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈന്റെ മത്നിൽ തന്നെ കാണാം. അയിമ്മത്ത് മുഴുവനും ഉദ്ധരിച്ചതാണ്. ചൊല്ലരുതെന്ന് അയിമ്മത്ത് പറയുകയില്ല, മറിച്ച് ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തി ഇത് സുന്നത്തെടുക്കാൻ വേണ്ടിയാണെന്ന് ഉദ്ദേശിക്കണം. അല്ലാതെ ഖബറിലുള്ള വ്യക്തി വിഷമത്തിലാണ്, അവന് ഞാൻ ചൊല്ലിക്കൊടുത്തത് കൊണ്ട് രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉന്നതനായ വലിയാണ് ഖബറിലുള്ളതെങ്കിൽ ഈ ചിന്ത വലിയ അപകടമാണ്. അതുകൊണ്ടാണ്
ചൊല്ലിക്കൊടുത്തവനോട് പറഞ്ഞത് മഹ് മിണ്ടരുത്, അനദാക്കിറുല്ലിദാലിക, അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അവരൊക്കെ. നമ്മുടെ ചുറ്റുഭാഗത്ത് മുഴുവനും കിടക്കുന്നത് ഔലിയാക്കളാണ്. ജീലാനി തങ്ങളെ മക്കളാണ്, റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ ഫാക്കിഹാനി തങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ മുഹിബ്ബായി ആശിഖായി കഴിഞ്ഞുപോയ ആ മഹാൻ മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ അരികിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്തപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് വഗദായുദക്കിറുനി ഉഹുദം ഫിൽ ഹിമാ വമതാ നസീതുൽ ഹിബത ഉദ്ക അദ്കുറാ. അതാ ബഹുമാനപ്പെട്ട ഫാക്കിഹാനി പറയുന്നു, ഇവൻ എൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്നു. വഗദായുദക്കിറുനി, എന്നെ ഇതാ ഓർമ്മപ്പെടുത്തി തരാൻ വേണ്ടി ഉഹുദം ഫിൽ ഹിമാ, എന്നൊരു കാലത്ത് അള്ളാഹുവിനുമായി ഒരു കരാറ് നടന്ന ദിവസമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുവിൽ നിന്ന് ആ വിവരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറക്കരുതെന്ന് പറഞ്ഞ് എന്നോടെൻ്റെ കൂട്ടുകാരൻ ചൊല്ലിത്തരുന്നു. അത് ഓർക്കാൻ ഞാനെന്നാണ് റബ്ബിനെ മറന്നുപോയത്. എൻ്റെ മനസ്സിലെപ്പോഴും റബ്ബാണ്, എൻ്റെ മനസ്സിലെപ്പോഴും റബ്ബാണ്. പിന്നെ എന്തിനാണ് എനിക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതെന്ന് അതാ പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആശിഖുർ റസൂൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ചെരുപ്പ് കണ്ട് അതിൽ കമഴ്ന്നു കിടന്ന് മുത്തിയതായ ഫാക്കിഹാനി മരിച്ചുപോയി. ഇമാം ഇബ്നു ഫറൂഖ് തങ്ങൾ തൻ്റെ അദീബാദിൽ മുദഹബ് ഫി അയാനിൽ മദ്ഹബ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ബുർദയുണ്ട്. ബുർദ പൂർത്തിയായി ചെല്ലുന്ന സംഘമാണ് ലദൽ ഹബീബ്. നമ്മളെ എഴുത്തിൽ ലത്തൽ ഹബീബ് എന്ന് എഴുതിയത് തെറ്റാണ്. ലത്തൽ ഹബീബ് അല്ല, ലദൽ ഹബീബ്. ലദൽ ഹബീബ് എന്ന് പറഞ്ഞാൽ ഹബീബായ നബി തങ്ങളുടെ അരികിൽ, നബി തങ്ങളുടെ അരികിൽ. നാം റസൂലുള്ളാഹിക്ക് ഒരു മദ്ഹിന്റെ സദസ്സ് സംഘടിപ്പിച്ചാൽ, ഒരു സ്വലാത്തിന് വേണ്ടി ഇരുന്നാൽ പിന്നെ നമ്മൾ നബിയെ തൊട്ട് അകലെയല്ല, റസൂലുള്ളാഹിന്റെ അരികിലെത്തി. നാം റസൂലുള്ളാഹിന്റെ മദ്ഹ് തുടങ്ങുമ്പോൾ പിന്നെ അവിടെ ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി എന്ന് കൊണ്ടൂർ ഉസ്താദിന്റെ കവിതയിൽ കാണാം. അവിടുത്തെ ഹളറത്ത് തന്നെയാണ് മൗലിദിന്റെ സദസ്സ്, മദ്ഹിന്റെ സദസ്സ്. ആ സദസ്സിലിരിക്കുമ്പോൾ തങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട മടവൂര്, കോഴിക്കോട് പല മൗലിദിന്റെ സദസ്സുകളിലും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അത്രേ, റസൂലുള്ള വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിലേക്കൊക്കെ കടന്നാൽ ബുറുദൊന്നും എല്ലാം കഴിയാതായി പോകും. അല്ലാഹു സുബ്ഹാനഹു തആല അവരൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കട്ടെ. ബുറുദയുടെ ഓരോ വരികളും ബറക്കത്തുള്ള വരികളാണ്. മനസ്സറിഞ്ഞ് നാം അതിലിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ സദസ്സിലിരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മൗലായ സല്ലി വസല്ല ചൊല്ലുമ്പോൾ കൂടി ചെല്ലുക, കിട്ടാത്തവർ ചെല്ലാതിരിക്കുക. ഈ സദസ്സ് കൊണ്ട് തവസ്സുലാക്കി നബിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. എത്ര അനുഭവങ്ങളാണ് ബുറുദ കൊണ്ടുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുന്നു, ഞാൻ ബുറുദയിലെ ഒരു വരിയുണ്ട്, ഒരു വിജന പള്ളി തിരഞ്ഞെടുത്തു. എന്നോട് അദ്ദേഹം തന്നെ പറഞ്ഞതാ, അകത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഞാൻ ആ പള്ളിയിൽ കൂടി വാതിലടച്ചുകൊണ്ട് ചൊല്ലീന റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ അരികിലൂടെ പോയിരിക്കുന്നു, എനിക്കവിടത്തോടുള്ള ഇഷ്ക് കൊണ്ട് ഉറക്ക് വരുന്നില്ല എന്ന തൻ്റെ രോദന, ഇമാം ബൂസീരിയുടെ രോദന അറിയിച്ചതായ വരി അതിങ്ങനെ ഏറ്റുപാടിക്കൊണ്ട് റസൂലുള്ളാഹിലേക്ക് മനസ്സ് കൊടുത്തിരുന്നാൽ റസൂലുള്ളാഹിനെ സ്വപ്ന ദർശനമുണ്ടാകുമെന്ന നിലക്ക് പതിരായിൽ അങ്ങനെ ചൊല്ലിക്കൊണ്ടുകൂടി. മഗ്രിബിൻ്റെ ശേഷം ഞാൻ ഇശാ വരെ ചൊല്ലി, ഓരോന്നിനും മൗലായ ചൊല്ലി. അദ്ദേഹം പറയുന്നു, ഇശാ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ പോയപ്പോൾ വാതിലടച്ച് ഞാൻ വീണ്ടും ചൊല്ലി. അങ്ങനെ രാത്രി 3 വടി വരെ ഞാൻ ഈ വരിയുമ്മ കൂടി, ഓരോന്നിനും മൗലായ എന്ന് പറയുന്ന ജവാബ് ചൊല്ലി. 3 മണിയായപ്പോൾ ഒരനുഭവവുമില്ല. പക്ഷേ ബുറുദയുടെ വരികൾക്കൊരു സ്വഭാവമുണ്ട്. അത് കൂടുതൽ ഒലൂഹോട് കൂടെ ആത്മാർത്ഥതയോട് കൂടെ ചൊല്ലിയാൽ കറുത്ത ഹൃദയം അങ്ങ് വെളുത്തു പോകുന്നതാണ്. അതല്ലേ ഇബ്നു ഹജർ തങ്ങളൊക്കെ പറഞ്ഞത്, ഖുർആൻ പോലെ അതിനെ വായിക്കപ്പെടുന്നു പള്ളികളിലും മദ്രസകളിലൊക്കെ. സഹോദരന്മാരെ, അതങ്ങ് ചൊല്ലി ചൊല്ലി ഹൃദയത്തിൻ്റെ കടുപ്പങ്ങ് പോയാൽ കണ്ണുകൾ നിറയും, കരഞ്ഞു പോകും. ഇദ്ദേഹം 3 മണിയായപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്ര
നേരം പ്രതീക്ഷിച്ചിരുന്നിട്ട് എനിക്ക് അവിടുന്ന് ഒരു ബന്ധമുണ്ടായില്ലല്ലോ, ഇത്രയും മോശക്കാരനായല്ലോ ഞാനെന്ന് പറഞ്ഞ് ഞാനങ്ങ് വാവിട്ട് കരഞ്ഞു. ഞാനങ്ങ് പള്ളിയിൽ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ അകത്തെ പള്ളി അങ്ങ് പ്രകാശിക്കുന്നു. ഞാൻ മെഹ്റാബിലേക്ക് നോക്കുമ്പോൾ സൂര്യനേക്കാൾ പ്രകാശത്തോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂൽ മെഹ്റാബിൽ വന്നിരുന്നിരിക്കുന്നു. ഉറക്കമല്ല, ഉണർച്ചയാണ്. ഞാൻ ചെന്ന് കൈപിടിച്ച് മുത്തി എന്ന് എന്നോട് ആ സുഹൃത്ത് പറയുന്നു. തൻ്റെ ഷെയ്ഖിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഷെയ്ഖ് പറയുന്നു, ഷെയ്ഖിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, മറിച്ച് പിറ്റേ ദിവസം തൻ്റെ ഷെയ്ഖിൻ്റെ അരികിൽ ചെന്നപ്പോൾ ഷെയ്ഖ് പറയുന്നു, മോനെ ഇന്നലെ റസൂലുള്ളാഹി തങ്ങളെ നീ കണ്ടില്ലേ പള്ളിയിൽ നിന്ന്? അള്ളാഹുവിൻ്റെ റസൂൽ ബുറുദയുടെ ഓരോ വരിയുമായി ബന്ധമുള്ളവരാണ്. അങ്ങനെയാണ് ബുറുദ രചിക്കപ്പെടുന്നത്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ ഓരോ വരികളും എടുത്ത് നമ്മുടെ ഉസ്താദുമാരെ ചൊല്ലുമ്പോൾ നമുക്കത് ചൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ നാം ഓരോ വരി കൊണ്ട് റബ്ബിനോട് ചോദിക്കുക. നമ്മുടെ വിഷമങ്ങൾ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ചോദിച്ച് സദസ്സിലിരിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ദുആ ചെയ്യണം. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഗ്യാസും ഊരവേദനയും തലവേദനയും മുട്ടുവേദനയും നെഞ്ചുവേദനയും ഒക്കെ ഉണ്ട്. 8ഓളം രോഗങ്ങൾ എനിക്കുണ്ട്. അതോടുകൂടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കൈയിൻ്റെ വലത്തെ കൈ വളരെ പ്രയാസം, അതിന് എന്തോ പിടുത്തം വന്നു പോയിരിക്കുന്നു. വാദത്തിൻ്റെ വിഷമായിരിക്കും. ചുണ്ടൊരു ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇങ്ങനെയൊക്കെ കൂടി വിഷമുണ്ട്. നമ്മുടെ കുട്ടികൾ നിർബന്ധിച്ചുകൊണ്ട് പ്രസംഗിച്ചതാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദിൽ വിത്തിരി തങ്ങൾ പറഞ്ഞ പോലെ ദവായി ഇദാമന്താഉ ഹല്ലബി മുഹജത്തി, നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ അതിനുള്ള മരുന്ന് മദീഹു റസൂലിൻ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയലാണ്. ആ നിലക്ക് വാള് പറഞ്ഞതാണ്. അള്ളാഹു എൻ്റെ രോഗങ്ങളും നമ്മുടെ രോഗങ്ങളും, എൻ്റെ ഉമ്മയും രോഗിയാണ്. അള്ളാഹു തആല നമുക്കും അവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ശിഫ നൽകുമാറാവട്ടെ. പലരും പല വിഷമങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ സംഘാടകർ ഓരോന്നോരോന്നായി പലപ്പോഴായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ലാസ്റ്റിൽ ഉസ്താദുമാർ ദുആ ചെയ്യും. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉസ്താദ്, ബാഖവി ഉസ്താദ്, ഞാൻ വിദ്യാർത്ഥിയായ കാലത്തിന് പരിചയമുള്ള ഉസ്താദാണ്. ഉസ്താദ് ഈ പള്ളിയിലാണെന്ന് എനിക്കറിയില്ല. ഒരു സൂഫിയായ മഹാനാണ്. അങ്ങനത്തെ മഹാന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട മച്ചിങ്ങപ്പാറ ബാബു ഉസ്താദിൻ്റെ അരികിൽ അൽഫി ഓതുന്ന കാലത്ത് ഞാൻ പോകാറുണ്ട്. എനിക്ക് കുറേ അനുഭവങ്ങൾ അവരിൽ നിന്നുണ്ട്. മച്ചിങ്ങപ്പാറ ബാബു ഉസ്താദ് വലിയ കറാമത്തുള്ളവരായിരുന്നു. പലപ്പോഴായി ചെല്ലുമ്പോഴൊക്കെ പല അനുഭവങ്ങളുമുണ്ട്. മഹാനവരുടെ അരികിൽ നിന്ന് മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബിൻ്റെ വിശദീകരണം എൻ്റെ അറിവിൽ 2 വിശദീകരണമുണ്ട്. ഒന്ന് സിറാജു ത്വാലിബീൻ, ഒന്ന് സിറാജു സാലിക്കീൻ. ഇങ്ങനെ 2 കിതാബുകൾ. അതിൽ സിറാജു സാലിക്കീൻ എന്നത് അടിയുള്ള കിതാബല്ല, അത് കയ്യെഴുത്താണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിൻ്റെ കയ്യിൽ അതുണ്ട്, മച്ചിങ്ങപ്പാറത്ത് ഉസ്താദിൻ്റെ. അപ്പോൾ അത് വാങ്ങാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ പറയും അത് കമാലുദ്ദീൻ മൂലയിൽ കൊണ്ടുപോയിക്കണമെന്ന് പറയും. അപ്പോൾ ആരാണ് ഈ കമാലുദ്ദീൻ മൂല എന്ന് എനിക്ക് അന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഒരു ദിവസം പറയാൻ വെളിമുക്കിലുള്ള ഒരു കമാലുദ്ദീൻ മൗലവിയാരാണ്, ഞാനായിട്ട് ബന്ധമുള്ള ആളാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഉസ്താദിനെ എനിക്കറിഞ്ഞത്. പിന്നെ അക്കാലത്തെ പരിചയമുണ്ട് ഉസ്താദിന്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മളെ പള്ളിയിലെ മുദരിസ്. അതുപോലെ ഇതിൻ്റെ പരിസരമൊക്കെ വളരെ സന്തോഷമുള്ള അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ഷാഹുൽ അമീൻ തങ്ങൾ കൽവത്തിരുന്ന ദർസ് നടത്തുന്ന പള്ളി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാമുദലിയർ പാപ്പ വലിയ കറാമത്തുള്ള മഹാൻ ദർസ് നടത്തിയ പള്ളി, മഹാന്മാരുടെ ശരീരം തട്ടിയ പള്ളികൾ, സാലിഹീങ്ങൾ നിസ്കരിച്ച പള്ളികളിൽ ബറക്കത്തിന് വേണ്ടി നിസ്കരിക്കൽ സുന്നത്താണെന്ന് സാലിഹീങ്ങൾ പറയുന്നു. ഒരു മഹാന്റെ ഖബറരികിൽ ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അമ്പിയാക്കന്മാരുടെ ഖബർ പള്ളിയാക്കിയവർക്ക് ലഅനത്തുണ്ടാകട്ടെ എന്ന ക്ഷാപം പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അജൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ലൈസ മിൻഹു, ഇങ്ങനെയുള്ള ക്ഷാപത്തിൽ പെട്ടതല്ല. ബറക്കത്തിന് വേണ്ടി ഒരു മഹാന്റെ ഖബറരികിൽ പള്ളിക്ക് ബറക്കത്ത് കിട്ടാൻ വേണ്ടി അങ്ങനെ പള്ളി ഉണ്ടാക്കുന്നത് ഈ ഇനത്തിൽ പെട്ടതല്ല. അതൊരു നല്ല കാര്യമാണെന്നാണ് അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത്. അപ്പോൾ മഹാന്മാരോട് ബന്ധപ്പെട്ട അവരിരുന്ന സ്ഥലം, അവർ ബന്ധപ്പെട്ട സ്ഥലം, അങ്ങനത്തെ ഒരു പള്ളിയുണ്ടെങ്കിൽ ആ പഴമയിൽ അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വഴിയാണ്. ഈ പള്ളിയിൽ നിന്ന് റബ്ബിനോട് കൈപൊക്കിയാൽ ഇതര പള്ളികളെ പോലെയല്ല സ്വീകരിക്കപ്പെടും. നമ്മളിന്നൊരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ഹറാമായ കാശും മറ്റേ കാശും അതും ഇതും ബാങ്കിൽ കയറി ഇറങ്ങാത്ത കാശില്ല, ശുഭത്ത് കലരാത്ത കാശില്ല. എന്നാൽ അങ്ങനെയൊന്നും കലരാത്ത ആ സാലിഹീങ്ങളെടുത്ത ആ രൂപത്തിലുള്ള പള്ളി 1200 കൊല്ലങ്ങൾക്ക്
മുമ്പെടുക്കപ്പെട്ട ഈ പള്ളി അല്ലാഹു തആല അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അതിലൊക്കെ നിസ്കരിച്ചു പോയ മഹാന്മാർ സുജൂദ് ചെയ്ത സുജൂദിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. ഈ നാട്ടിൽ കിടക്കുന്ന ഔലിയാക്കൾ ഓരോരുത്തരെ പറ്റിയും ചെറിയ ചെറിയ അറിവൊക്കെ എനിക്കുണ്ട്, അതൊക്കെ ഒന്നും പറയാൻ ടൈമില്ല. അവരൊക്കെ ബറക്കത്തുണ്ട്. അല്ലാഹു എന്നെയും നമ്മളെയും നന്നാക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ബുറുദ മജ്ലിസ് ഫഖ്റുദ്ദീൻ അസ്ഹരിയുടെയും കൂട്ടുകാരുടെയും ബുറുദ മജ്ലിസ് സന്തോഷകരമായ ബുറുദയാണ്. ബുറുദക്ക് പല ട്യൂണിലും പലരും ചൊല്ലും, പല നാട്ടിലും. എന്താ ഇപ്പോൾ പഴയ കാലത്തൊന്നും ഇങ്ങനൊന്നല്ലല്ലോ ബുറുദ. പഴയ കാലത്തൊക്കെ എന്തോ ഒരു ഇഖ്ലാസ് ആയിരുന്നു ബുറുദ. ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞത് ഓരോ വർത്താനാണ് പറയുന്നത്. എന്തോ ഒരു ഇഖ്ലാസ് ആയിരുന്നു പഴയ കാലത്തെ ബുറുദ. ഇപ്പോഴത്തെ ബുറുദക്കൊന്നും ഇഖ്ലാസ് ഇല്ല. വാസ്തവത്തിൽ ഇഖ്ലാസ് ഹൃദയത്തിനുള്ളിലാണ്, അത് ട്യൂണുമലല്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നേ, അത് പറയരുത് സഹോദരന്മാർ. ഓരോ ട്യൂണും ആ ട്യൂണിനൊന്നും പ്രത്യേകമായി ഇഖ്ലാസിന് ഒരു ബന്ധവുമില്ല. ട്യൂൺ എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്രമായ ഒരു ലൈനാണ്, ഒരു ഗോതയാണ്. അതിലൂടെ ആർക്കും സഞ്ചരിക്കാം. ഏത് ട്യൂണിലും പാട്ടുകൾ പാടാം. പഴയ ട്യൂണിൽ പാടണമെന്നൊന്നുമില്ല. പഴയ കാലത്തുള്ള ട്യൂണ് എല്ലാം മാറിയതുപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ പഴയ കാലത്ത് ഒരു നാടൻ കുപ്പായം നാടൻ തുണിയും ഒക്കെ കൂടിയല്ലേ ഇന്ന്. ഇപ്പം എല്ലാവരും ഫോറീനായി. അതൊന്നും ഹറാമോ കറാത്ത് ആരും പറയലില്ല. എന്നല്ല നാടൻ കൊടുക്കരുത് ഉസ്താദ്, നിങ്ങൾ ഫോറിൻ ശീല കൊണ്ടു കൊടുക്കുന്നതിന് നമ്മൾ പറയൽ. ഓരോ കാലത്തിനനുസരിച്ച് നന്മ ഏറ്റുന്നതിൽ ഗുണമുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാലോചിതമായി നല്ല രൂപത്തിൽ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ രൂപത്തിലൊക്കെ പാടുന്നത് ആത്മാർത്ഥതയ്ക്ക് കേടില്ലാതെയാണെങ്കിൽ, അതിന് മറ്റേതിനാണെങ്കിലും ആത്മാർത്ഥത ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിൽ ചൊല്ലിയാൽ ബുറുദക്കും ബെയ്ത്തുകളും ഒക്കെ ഫലങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ലദൽ ഹബീബ് സംഘവും അതുപോലെ കുറേ ബുറുദ സംഘങ്ങൾ മർക്കസിൽ നിന്നും അല്ലാത്ത സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. അള്ളാഹു അതിനൊക്കെ വളർത്തുമാറാകട്ടെ. അതുമായി ബന്ധപ്പെടുന്നത് കൊണ്ടൊക്കെ നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തമാണ്. അള്ളാഹു തആല നമ്മൾ അതിൽ ആക്കിത്തരുമാറാകട്ടെ. ഇമാം ഹാജി ഖലീഫ തൻ്റെ കശ്ഫുൽ ളുനൂൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ബുറുദ അത് മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുമ്പിൽ പഴയ കാലത്ത് ചൊല്ലാറുണ്ട്. നോക്കി നിങ്ങൾ ബുറുദയുടെ സ്വഭാവം. മരിക്കാൻ കിടക്കുന്ന ആളരികിൽ പഴയ കാലത്ത് ബുറുദ ഓതാറുണ്ട്. ഇടയിട ബുറുദ ഓതുന്നെ ഇരുമീമടുക്കലിലൂതുന്നെ മരണം അടുത്തൊരടിയനിലേ. സഫലമാലയിൽ കാണാം ബഹുമാനപ്പെട്ട ഷുജായി മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ 100 കൊല്ലം മുമ്പ് കഴിഞ്ഞ മാലയാണ്. അതിപ്പോൾ അടുത്തല്ലേ AP ഉസ്താദും മറ്റേ ഉസ്താദൊക്കെ വന്നത്. എന്നാൽ അതിൻ്റെ മുമ്പേ ഇടയിട ബുറുദ ഓതുന്നെ, ഇടയ്ക്കിടെ ബുറുദ ഓതുന്നു, ഇരുമീമടുക്കലിലൂതുന്നെ. മീമെത്തുമ്പോഴാണ് ബുറുദ മന്ദിരിക്കേണ്ടത്. അമീമി സ്വമമി ഇങ്ങനെ 2 മീമിൻ്റെ സ്ഥലത്താണ് ബുറുദ മന്ദിരിക്കുന്നത് ഫലമുള്ളത്. അല്ലാതെ മന്ദിരിച്ചാൽ ഫലം ഇല്ലായിട്ടല്ല, അതിൻ്റെ ടോപ്പ് ഫലം മീമി 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 2 മീമിൻ്റെ സ്ഥലത്ത് മന്ദിരിക്കലാണ്. അങ്ങനെ മരിക്കുന്ന ആളരികിൽ ഇടയിട ബുറുദ, ഒരു ബുറുദൊന്നുമല്ല, ഇടക്കിടക്ക് ബുറുദ പഴയ കാലത്തോതിരുന്ന് മരിക്കുന്ന ആളുകളരികിൽ. ഇതൊക്കെ പഴയ കാലത്തുണ്ട്. സഫലമാലയിൽ സാരം തിരിന്തോർക്ക് സഫലമാല, സാരം തിരിയാത്തോർക്ക് അഫലമാല, മാലാമണിമാല കമാലമാല. സാരം തിരിഞ്ഞാൽ കാര്യം മനസ്സിലാക്കിയവർക്ക് സഫലമാലയാണ്, ഫലമുള്ള മാലയാണ്. സാരം തിരിയാത്തവർക്ക് അഫലമാല, സാരം തിരിയാത്തവർക്ക് ഇത് ഫലമില്ല. ഇത്തരമൊന്നും ബാധ അറിഞ്ഞിട്ടും മനസ്സിൽ കാപട്യമുള്ള മനുഷ്യന് ഒരു ഫലം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ ഈമാൻ കൊണ്ട് നമ്മളെ ഹൃദയം നിറക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ബുറുദ സംഘത്തോട് മാപ്പ് ചോദിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.